പിന്നെ എല്ലാ വ്രതങ്ങളെക്കാട്ടിലും പ്രാധാന്യം ശിവരാത്രിയുടെ വ്രതത്തിനാണ്. ഇത് എല്ലാവർക്കും അനുഷ്ഠിക്കാവുന്നതാണ്. മാഘം, അതായത് കുംഭമാസത്തിലെ കൃഷ്ണപക്ഷത്തിലെ ചതുർദശി ദിവസമാണ് ശിവരാത്രി വരുന്നത്. ഇത് കൂടാതെ എല്ലാ മാസവും ശിവരാത്രി ഉണ്ട്. മാസശിവരാത്രി എന്ന് പറയും. അങ്ങനെയും അനുഷ്ഠിക്കാം. അർദ്ധരാത്രി വരെ തിഥിയുള്ള ദിവസമാണ് വ്രതാനുഷ്ഠാനത്തിന് എടുക്കേണ്ടത്. അർദ്ധരാത്രിക്ക് തിഥി നിൽക്കണ്ടോയെന്ന് പഞ്ചാംഗത്തിൽ നോക്കണം. നമ്മൾ ഈ കഴിഞ്ഞ അടുത്ത് ഗുരുവായൂർ ഏകാദശി ഏത് ദിവസമാണെന്ന് വലിയ കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. അതിന് കാരണം എന്താ വെച്ചാൽ 2 ഡിഫറൻ്റ് ആയിട്ടുള്ള പദ്ധതികളുണ്ട്. അംബരീഷ പക്ഷം, രുഗ്മാംഗത പക്ഷം എന്ന് പറഞ്ഞിട്ട് 2 പദ്ധതികളുണ്ട്. അതിലൊരു പദ്ധതിയില്ല, അതിൻ്റെ വിശദാംശത്തിലേക്കൊന്നും ഞാൻ പോകുന്നില്ല. അരുണോദയവും സൂര്യോദയവും ഒന്നാണെന്നാണ് നമ്മുടെ എല്ലാവരുടെയും വിചാരം. പക്ഷെ 2 അരുണോദയം എന്ന് പറഞ്ഞാൽ കിഴക്കാദ്യ ചുവപ്പ് രാശി വീണ അരുണോദയം. ചുവപ്പ് രാശി വീണു, സൂര്യൻ വരണേ ഉള്ളൂ, ചുവപ്പ് വീണു, അപ്പോഴാണ് അരുണോദയം. അരുണനാ വരണത്. സൂര്യോദയം എന്ന് പറഞ്ഞാൽ സൂര്യൻ്റെ മണ്ഡലം ചക്രവാളത്തിന് തൊട്ടു, അപ്പോഴേ വരുള്ളൂ. ഇത് തമ്മിൽ ചെറിയ വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ ഈ അരുണോദയ സമയത്ത് പോലും തിഥി നിൽക്കുന്നുണ്ടാവും. പക്ഷെ സൂര്യോദയം ആകുമ്പോഴേക്കും ഇത് പോയിട്ടുണ്ടാവും. പോയിട്ടുണ്ടെങ്കിൽ അന്ന് എടുക്കാൻ പറ്റില്ല അത്. അപ്പോൾ 2 സിസ്റ്റത്തിൽ ഏകാദശി 2 രീതിയിൽ വരും. പിന്നെ നമ്മുടെ സമ്പ്രദായ പ്രകാരം നക്ഷത്രമാണെങ്കിലും തിഥിയാണെങ്കിലും ആ ഉദയ സമയത്ത് അത് അവിടെ ഉണ്ടാവണം. അതുകൊണ്ടാണ് ചിലപ്പോൾ നമ്മുടെ പിറന്നാളിന് നക്ഷത്രം നോക്കുമ്പോൾ തലേ ദിവസം രാവിലെ 10 മണി തൊട്ടൊക്കെ നക്ഷത്രം ഉണ്ടാവും. പക്ഷെ അന്ന് നമ്മൾ എടുക്കില്ല. പിറ്റേ ദിവസം ഉദയത്തിൽ തൊട്ട് നിൽക്കണ്ടോ നോക്കും. ആ തൊട്ടിട്ട് 1 സെക്കൻഡ് കഴിഞ്ഞിട്ട് ആ നക്ഷത്രം അസ്തമിച്ചാലും ആ ദിവസം എടുക്കാവൂ. അങ്ങനെയാണ്. സൂര്യൻ്റെ സ്പർശമില്ലാണ്ട് എടുക്കരുത് എന്ന് പറയും. ഇങ്ങനെയാണ് വ്രതത്തിൻ്റെ നോക്കേണ്ടത്. അമ്മ ലൈവിൻ്റെ വീണ്ടും റീപ്ലൈ ചെയ്ത് കേട്ടാൽ മതി. ഞാനത് മുഴുവൻ വിസ്തരിക്കാൻ നിന്ന് കഴിഞ്ഞാൽ ഇനി സമയം പോകും. അപ്പം അർദ്ധരാത്രി വരെ തിഥിയുള്ള ദിവസമാണ് വ്രതാനുഷ്ഠാനം ചെയ്യേണ്ടത്. പ്രഭാതത്തിൽ എഴുന്നേറ്റിട്ട് കുളിച്ചിട്ട് ശിവപൂജ ചെയ്തിട്ട് ശിവസങ്കല്പം ചെയ്യണം. ഇന്ന് രാത്രി ഞാൻ ശിവരാത്രി വ്രതം അനുഷ്ഠിക്കാൻ പോകണു, അത് നിർവിഘ്നം പൂർത്തിയാക്കാൻ അനുഗ്രഹിക്കുക എന്ന് ഭഗവാനോട് പ്രാർത്ഥിക്കുന്നതാണ് ശിവസങ്കല്പം. സങ്കല്പം എടുത്തിട്ടേ വ്രതം എടുക്കാൻ പാടുള്ളൂ. വെറുതെ ഞാൻ പോണു, ഞാൻ വ്രതം എടുക്കാൻ പോണു, അതിന് ഏകാദശി കേട്ടോ, അങ്ങനെയല്ല. എത്ര ഏകാദശി എടുത്താലും നമ്മൾ സങ്കല്പം വയ്ക്കണം. എല്ലാ തവണയും ഏത് വ്രതം എടുക്കുകയാണെങ്കിലും ഞാനിതാ ജലമെടുത്ത് തന്നെ ചെയ്യണമെന്നാണ്. ഭഗവാനെ, ഞാനിതാ അങ്ങയുടെ പ്രീതിക്കായിട്ട്, അല്ലെങ്കിൽ ഇന്ന ആവശ്യത്തിനായിട്ട്, വീട് പണി നന്നായിട്ട് നടക്കാൻ, മക്കളുടെ കല്യാണം നടക്കാൻ, എന്തിനാണെന്ന് വെച്ചാൽ പറഞ്ഞിട്ട് ജലം വീഴ്ത്തി വ്രതം എടുക്കാൻ പോകണമെന്ന് നിശ്ചയം പറഞ്ഞിട്ട് ഇത് നിർവിഘ്നം പൂർത്തിയാക്കാൻ എനിക്ക് ശക്തി തരണേ ഭഗവാനെ എന്ന് പ്രാർത്ഥിച്ചിട്ട് ചെയ്തു നോക്കൂ. ഒരു തലകറക്കവും വരില്ല, ഒരു വയ്യായും വരില്ല. സങ്കല്പം ചെയ്തിട്ട് വ്രതം എടുത്ത് നോക്കൂ. സങ്കല്പം ചെയ്ത് വ്രതം എടുക്കണവരാരെങ്കിലും ഉണ്ടോ അവിടെ? ഉണ്ടെങ്കിൽ അവർക്കറിയും. അമ്മ സങ്കല്പം ചെയ്തിട്ടാണ് വ്രതം എടുക്കണം. അല്ലേ അമ്മേ? വ്യത്യാസമല്ലേ അത്? സങ്കല്പം ചെയ്ത് വ്രതം എടുക്കുന്നതിന് ഒരു വ്യത്യാസമുണ്ട്. ഒന്നുമില്ല, വളരെ എളുപ്പമാണ്. എളുപ്പത്തിൽ സങ്കല്പം ചെയ്യാം. ഒരു വട്ടപാത്രം ചെറുതായിട്ട് താഴെ വയ്ക്കുക, മുന്നിൽ കയ്യിൽ വെള്ളം എടുക്കുക. വെള്ളം എടുത്തിട്ട് ജലത്തിൽ പിടിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചിട്ട് ഈ 3 വിരലിൻ്റെ അറ്റത്ത് കൂടെ വീണ വിധത്തിൽ ആ വെള്ളം അതിലേക്ക് ഒഴിച്ചു കൊടുത്താൽ മതി. ഇതാണ് സങ്കല്പം, ഇതാണ് അതിൻ്റെ ക്രിയ. ഇത് ചെയ്യുമ്പോൾ നമ്മുടെ ഉപബോധ മനസ്സിനും ഉറപ്പാവും. ഇനി സയൻസ് വേണമെന്നുള്ളവർക്ക് ഞാൻ പറഞ്ഞുതരും. ഉപബോധ മനസ്സിന്, സബ് കോൺഷ്യസ് മൈൻഡിന് ഉറപ്പാവും, യെസ് ഐ ക്യാൻ ഡു ദിസ്. കാരണം സബ് കോൺഷ്യസിന് വിഷ്വലാണ് വേണ്ടത്. കാഴ്ചകൾ ഉണ്ടെങ്കിലേ അതിന് മനസ്സിലാവുള്ളൂ. ഞാൻ പണ്ടൊക്കെ ചിലപ്പോൾ പ്രഭാഷണമൊക്കെ ചെയ്യണതിന് മുമ്പുള്ള കാലത്ത് ഞാൻ സുഹൃത്തുക്കളുടെ അടുത്ത് പറയേ, ഈ പ്രാർത്ഥിക്കുന്ന സമയത്ത് പല ആൾക്കാർക്കും ഉള്ളൊരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രാർത്ഥന കറക്റ്റായിട്ട് പ്രാർത്ഥിക്കാൻ അറിയില്ല. എങ്ങനെയാണ് പ്രാർത്ഥിക്കുക? പ്രാർത്ഥന എന്ന് പറയുന്നത് നമ്മുടെ ഉപബോധ മനസ്സിൽ നിന്ന് വരേണ്ടതാണ്. ബോധ മനസ്സിൽ നിന്ന് വന്നിട്ട് കാര്യമില്ല. ഉപബോധ മനസ്സിൽ വരുമ്പോഴാണ് പ്രാർത്ഥന വർക്കൗട്ടാവുള്ളൂ. പ്രകൃതിയിൽ യാത്ര പോകുമ്പോൾ പ്രാർത്ഥിക്കുക, ഭഗവാനെ അപകടമൊന്നും ഇല്ലാണ്ട് അവിടെ അത്രയെന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കും. ഉപബോധ മനസ്സിന് വാക്കുകൾ അറിയില്ല, അതിന് ചിത്രങ്ങളെ അറിയുള്ളൂ. വരാതെ എന്നുള്ളതിന് ചിത്രമില്ല, അപകടം എന്നുള്ളതിന് ചിത്രമുണ്ട്. അപ്പോൾ അപകടം ആണ് അതിൻ്റെ മനസ്സിൽ. നമ്മൾ പുറത്തെ മനസ്സ് അപകടം വരാതെ എത്രയെന്ന് പറയുമ്പോൾ അതിന് അപകടം എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു ചിത്രം അവിടെ വരും. വരാതെ എന്നുള്ളതിന് അതിന് ചിത്രം വരയ്ക്കാനറിയില്ല. എങ്ങനെ വരാതെ എന്നുള്ളതിന് ചിത്രം വരയ്ക്കുക? വിഷ്വലില്ല അതിന്. കൊച്ചു കുഞ്ഞുങ്ങളെ എന്തുകൊണ്ടാണ് നഴ്സറി സ്കൂളിൽ ചേർത്ത് നിറയെ ചിത്രങ്ങളുള്ള പുസ്തകങ്ങൾ കൊണ്ട് പഠിപ്പിക്കുന്നത്? ഈ ഉപബോധ മനസ്സിനെ സ്വാധീനിക്കാൻ വേണ്ടിയിട്ടാണ്.
അതേപോലെയാണ്. അപ്പം നമ്മൾ എന്താ പ്രാർത്ഥിക്കേണ്ടത്? ഭഗവാനെ യാത്ര സുഖമായിരിക്കണേ. അപ്പോൾ നമ്മുടെ മനസ്സിൽ ചിത്രമുണ്ട് ഒരു സുഖമായിട്ടുള്ളൊരു യാത്ര. അതേപോലെയാണ് ഭഗവാനെ എൻ്റെ അസുഖം മാറ്റണമെന്നല്ല, ഭഗവാനെ എനിക്ക് ആരോഗ്യമുള്ളൊരു ജീവിതം തരണം, ആരോഗ്യകരമായിരിക്കണം. ഞാൻ പോസിറ്റീവ് വാക്കുകൾ ഉപയോഗിക്കാം, അല്ലാണ്ട് മലയാളത്തിലെ പത്രങ്ങൾ എഴുതുന്ന മാതിരിയുള്ള ഭാഷ ഉപയോഗിച്ചിട്ട് പ്രാർത്ഥിക്കരുത്. തൊഴിലില്ലായ്മ പരിഹരിക്കുക, ദാരിദ്ര്യ നിർമ്മാർജ്ജനം, ഇതൊക്കെയാണ് ഇവിടെ ഉപയോഗിക്കുന്ന വാക്കുകൾ. എന്തുകൊണ്ടാണ് സമ്പത്ത് നിർമ്മിക്കുക എന്ന് പറയാത്തത്? വെൽത്ത് ക്രിയേഷൻ എന്ന് പറയുന്നതിന് പകരം എന്തുകൊണ്ടാണ് പോവർട്ടി ഇറാഡിക്കേഷൻ എഴുതുന്നത്? കാരണം നമ്മൾ ഒബ്സസ്ഡാണ്, നമുക്ക് നെഗറ്റീവ് വാക്കുകൾ വേണം. എന്നാൽ മാത്രമേ ഇപ്പോഴത്തെ നടത്തിക്കൊണ്ടിരിക്കുന്ന കച്ചവടങ്ങളൊക്കെ നടക്കുള്ളൂ. പ്രാർത്ഥനയിലെങ്കിലും നെഗറ്റീവ് പദങ്ങൾ ഉപയോഗിക്കാതിരിക്കുക. അപ്പോൾ സങ്കല്പം എന്നുള്ളതിന് വലിയ പ്രാധാന്യമുണ്ട്. ആദ്യം തന്നെ വ്രതം എടുക്കുമ്പോൾ നമ്മൾ ഒരിക്കലും ശരീരത്തിനെ ക്ലേശിപ്പിച്ചിട്ട് ചെയ്യരുത്. നമ്മുടെ വീട്ടിലുള്ള മറ്റുള്ളവർക്കും ക്ലേശം ഉണ്ടാക്കരുത്. ഞാൻ എപ്പോഴും പറയാറുണ്ട്, വീട്ടിലിരിക്കുന്ന ഭാര്യയ്ക്കോ ഭർത്താവിനോ വയ്യാത്തവരൊക്കെ ഉണ്ടാവും. ഞാൻ വ്രതമാണ്, ഇന്നിവിടെ ഒന്നും വെച്ചിട്ടില്ല എന്ന് പറയരുത്. ഞാൻ വെക്കില്ല, എനിക്ക് കൊതി വരും, അതുകൊണ്ട് ഞാൻ ഭക്ഷണം വെക്കില്ല എന്ന് പറയരുത്. മറ്റൊരാളുടെ ശരീരത്തിനെ ക്ലേശിപ്പിച്ചുകൊണ്ട് നമ്മൾ വ്രതമെടുത്തിട്ട് ഒരു കാലം, കാരണം നമ്മുടെ ഉപാസന കൊണ്ട് നമുക്ക് മാത്രമേ ഗുണമുള്ളൂ, വേറൊരാൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കരുത്. ഉപാസനയ്ക്ക് പ്രത്യേകിച്ച് വ്രതം എടുക്കലിന് ഒരിക്കലും ചാടിക്കയറിയിട്ട് ആദ്യമേ പോയിട്ട് നിർജ്ജല ആയിട്ടൊന്നും ചെയ്യരുത്. ഒരു നേരം ഭക്ഷണം കഴിച്ചിട്ടോ അല്ലെങ്കിൽ പഴങ്ങൾ മാത്രം കഴിച്ചിട്ടോ നമുക്ക് എന്താ വയറിന് പറ്റുക അതിനനുസരിച്ചിട്ട് ക്രമത്തിൽ ഉപവാസം പഠിക്കണം, ബോഡിയെ പഠിപ്പിക്കണം. അല്ലാണ്ട് ആദ്യം തന്നെ ഗാന്ധിജിയാവാൻ നോക്കരുത് എല്ലാവരും. അപ്പോൾ ശരീരത്തിനെ വളരെ ശ്രദ്ധിച്ചിട്ട് വേണം ഹാൻഡിൽ ചെയ്യാൻ. ശരീരത്തിനെ ക്ലേശിപ്പിക്കാനേ പാടില്ല. മെല്ലെ 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 അതിൻ്റെ പവർ കൂട്ടിക്കൊണ്ടുവരണം. അപ്പോൾ സഹനം വർദ്ധിക്കും. സഹനം വർദ്ധിക്കുമ്പോൾ എന്താവും? മനസ്സ് ഷാർപ്പാവും. മനസ്സ് ഷാർപ്പായി കഴിഞ്ഞാൽ ഏത് സാഹചര്യത്തിൽ അതിന് അക്ഷോഭ്യത വരും. അക്ഷോഭ്യത വന്നു കഴിഞ്ഞാൽ ജപം നന്നാവും. ജപം നന്നായാൽ ധ്യാനം ഉറയ്ക്കും. ധ്യാനം ഉറച്ചാൽ സാക്ഷാത്കാരം കിട്ടും. ഇങ്ങനെ ക്രമത്തിൽ വേണം വ്രതം പോകാൻ. അല്ലാതെ വ്രതം എന്തോ ചെയ്യണു, വെറുതെ 4 പേര് തമ്മിൽ കാണുമ്പോൾ ഞാൻ എല്ലാ ഏകാദശിയും നോൽക്കാറുണ്ട്, ഞാൻ എല്ലാ പ്രദോഷവും നോൽക്കാറുണ്ട്. എന്താ കാര്യം? എന്നിട്ട് അപ്പുറത്ത് പോയിട്ട് കുശുമ്പ് കുന്നായ്മ എല്ലാം വേണ്ടാത്തവരും പറയും. ഒരു കാര്യമില്ല. അപ്പോൾ നമ്മൾ ഏത് വ്രതം എടുക്കുമ്പോഴും ആ വ്രതത്തിൻ്റെ അന്തസ്സത്തെ എന്താണെന്ന് അറിഞ്ഞ് പടിയായിട്ട് എടുക്കണം. ശിവരാത്രിയൊക്കെ വർഷത്തിൽ ഒരു തവണ എടുക്കുന്നതിന് ശരിക്കും എല്ലാ മാസവും ഒരു അഭ്യാസം ആവശ്യമാണ്. ഏകാദശി എടുക്കുകയാണെങ്കിൽ ആ ഏകാദശി കൊണ്ട് അഭ്യസിച്ചിട്ടാണ് ശിവരാത്രി ശരിക്കും എടുക്കേണ്ടത്. ശരിക്ക് ശിവരാത്രിയുടെ ഏറ്റവും കഠിനമായിട്ടുള്ളൊരു വ്രതരീതിയുണ്ട്. ഒരു ശിവപുരാണത്തിൽ പറയണില്ല എന്നുള്ളൂ. തലേ ദിവസം ഒരിക്കൽ ഊണ, തലേ ദിവസം ഒരു നേരം ഊണ്, ശിവരാത്രി ദിവസം മുഴുവൻ ഉപവാസം, പിറ്റേ ദിവസം ഒരിക്കൽ ഊണ. അത് കഴിഞ്ഞിട്ട് പിന്നെയാണ് നോർമൽ ഭക്ഷണത്തിലേക്ക്. അപ്പോൾ 3 ദിവസമായി. 2 രാത്രി ഉറക്കമൊഴിക്കും. പകൽ ഉറങ്ങാനും പാടില്ല ശിവരാത്രി കഴിഞ്ഞ് പിറ്റേന്ന്. പകൽ ഉറങ്ങിയാൽ ഫലം പോകുന്ന, അതിപ്പോൾ പുരാണത്തിലും പറയുന്നുണ്ട്. എന്താ ഇത് ചെയ്യുന്നത് നമ്മൾ ചിന്തിക്കണം. നമ്മൾ ഉറങ്ങാതിരിക്കുമ്പോൾ കഫം മുറിയും ശരീരത്തിൽ. ഭയങ്കര ജലദോഷമുള്ളപ്പോൾ രാത്രി ഉറക്കമൊഴിച്ച് നോക്കൂ, തന്നെ ജലദോഷം കുറയും. എന്താ കാരണം? കഫത്തിൻ്റെ തോത് കുറയ്ക്കും. ആയുർവേദമാണ് വീണ്ടും പറയുന്നത്. കഫത്തിൻ്റെ തോത് കുറയ്ക്കും. പക്ഷേ കയ്യും കാലുമൊക്കെ കടച്ചിൽ കൂടും. കാരണം വായു കോപിക്കും. അപ്പോൾ വായുവിൻ്റെ ശക്തി കൂടുകയും കഫം കുറയുകയും ചെയ്യും. ഇങ്ങനെ ഉറക്കമൊഴിക്കുമ്പോൾ കഫമാണ് മന്ദത ഉണ്ടാക്കുക. രാവിലെയും പകലൊക്കെ രാവിലെ 10 മണി 11 മണി 12 മണി വരെയൊക്കെ കിടന്നുറങ്ങുന്ന ആൾക്കാർക്ക് ഞാനിത് പറയുമ്പോൾ തന്നെ മനസ്സിലാവും എന്താണ് കഫം കൂടുക എന്നുള്ളതിന്. തലയ്ക്കൊക്കെ ഒരു കിക്കായിരിക്കും. പകലുറക്കം പൊതുവിൽ ഈ ഉച്ചയുറക്കം പോലും കഫം വർദ്ധിപ്പിക്കും. രാവിലെ 8 മണി കഴിഞ്ഞിട്ട് കിടന്നുറങ്ങുമ്പോൾ ഇത് വർദ്ധിക്കും. അപ്പോൾ ഈ വ്രതം എടുക്കുന്നത് എന്തിനാ? നമ്മുടെ ശരീരത്തിനെ ചിട്ട പഠിപ്പിക്കാൻ വേണ്ടി തന്നെയാണ്. പടിയായിട്ട് വ്രതം നോറ്റ് ഇതിൻ്റെ പറഞ്ഞിട്ടുള്ള മാക്സിമം പരിശീലിക്കണം എന്നാണ്. അങ്ങനെ വരുമ്പോഴാണ് ശരിക്കും സാധനയാവണം. അങ്ങനെ
നമ്മൾ പരിശീലിക്കുന്ന സമയത്ത് നമുക്ക് കിട്ടേണ്ട ഒരു ആത്മശക്തി ഉണ്ട്. സപ്പോസ് നിങ്ങളിത് വൃത്തിയായിട്ട് പൂർത്തിയാക്കി വയ്ക്കുക, എത്ര സംതൃപ്തി ഉണ്ടാവും നിങ്ങൾക്കൊന്ന് ആലോചിച്ച് നോക്കൂ. എന്നിട്ട് നമ്മൾ പറയും ഞാൻ വിചാരിച്ചു കേട്ടോ എന്നെക്കൊണ്ട് എടുക്കാൻ പറ്റില്ല എന്ന്, പക്ഷെ ഭഗവാൻ എന്നെക്കൊണ്ട് അത് ചെയ്യിപ്പിച്ചു. അതാണ് വ്രതം, അതാണ് വരം. ഭഗവാൻ പ്രസാദിച്ചുകൊണ്ടാണ് സാധിക്കുന്നത്. ആ സന്തോഷം നമുക്ക് കിട്ടണമെങ്കിൽ നമ്മളപ്പുറത്ത് അധ്വാനിക്കണം. ആ സന്തോഷം കിട്ടുമ്പോൾ എന്താ, മനസ്സങ്ങോട്ട് ഉറയ്ക്കും. കൂടുതൽ കഠിന സാധന വേണമെന്ന് പറഞ്ഞാൽ നമ്മൾ പറയും ഒന്ന് നോക്കാം, ഒരു കൈ നോക്കാം നമുക്കെന്ന് നമുക്ക് തോന്നും. ആത്യന്തികമായിട്ട് മനസ്സങ്ങോട്ട് മെരുക്കപ്പെടും. അതിന് വേണ്ടിയിട്ടാണ് ഇതൊക്കെ ചെയ്യണത്. ജപമാണെങ്കിൽ ധ്യാനമാണെങ്കിൽ ഒക്കെ ആണെങ്കിൽ മനസ്സടക്കമാണ് ആധ്യാത്മികത. അല്ലാണ്ട് കുറേ മന്ത്രം സ്തോത്രം വായിക്കലല്ല ആധ്യാത്മികത. സ്പിരിച്വാലിറ്റി ഈസ് ഓൾ അബൌട്ട് കാമിങ് ദ മൈൻഡ്. മനസ്സിനെ ശാന്തമാക്കുക, ശാന്തമാക്കി അവസാനം മനസ്സില്ലാണ്ടാക്കുക. മനസ്സില്ലാണ്ടായാൽ ഭഗവാൻ താനെ തെളിയും. വേറെ എവിടെയും അന്വേഷിച്ച് പോകണ്ട, അകത്തന്നെ ഉണ്ട്. ഇതാണ് സകല പുരാണങ്ങളിലും പറഞ്ഞു വെച്ചിട്ടുള്ളത്. ഭാഗവതം 1-ാമത്തെ ശ്ലോകത്തിൽ പറയുന്നുണ്ട്, ഇടയ്ക്കിടയ്ക്ക് പറയുന്നുണ്ട്. ഭഗവത്ഗീത പിന്നെ ഭഗവാൻ ഇത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കണം. അപ്പം സങ്കല്പം ചെയ്തിട്ട് ഇത് അനുഷ്ഠിക്കുക. സങ്കല്പമില്ലാതെ വ്രതം നോൽക്കരുത് എന്ന് പണ്ട് നിയമമായിട്ട് തന്നെ പറയും. അതിനുശേഷം ശിവൻ്റെ പൂജാവിധികൾ സവിസ്തരം സൂതം വിവരിക്കുന്നുണ്ട്. അതൊന്നും ഇപ്പം ഞാൻ വിസ്തരിച്ച് പറഞ്ഞിട്ട്, കാരണം ഇന്ന് നമുക്ക് പലതും ചെയ്യാൻ സാധിക്കില്ല. അന്നത്തെ കാലത്ത് നമ്മൾ ചെയ്തിരുന്ന പല കാര്യങ്ങളും ഇന്ന് ചെയ്യാൻ സാധിക്കില്ല. ഭഗവാന്റെ ആവരണ പൂജയൊക്കെ ഉണ്ട്. ശിവനെ പൂജിക്കുന്നതിന് മുമ്പ് ശിവൻ്റെ പാർഷദാദികൾ, പരിവാരങ്ങൾ എല്ലാവരും പൂജിക്കണം. കുടുംബത്തെ പൂജിക്കണം. ഭഗവാന്റെ പ്രത്യേക രൂപങ്ങളൊക്കെ പൂജിച്ച് അവസാനം നടുക്ക് ഭഗവാനെ പൂജിക്കുക. ശ്രീചക്രം പൂജിക്കണ പോലെ തന്നെ, ശ്രീചക്രത്തിൻ്റെ നവാവരണ പൂജ പോലെ തന്നെയാണ് ഭഗവാന് പഞ്ചാവരണ പൂജ. 5 ആവരണങ്ങൾ ഉള്ള പൂജയുണ്ട്. എങ്ങനെയാണെങ്കിലും പ്രാർത്ഥിച്ചിട്ട് ഈ ഭഗവാൻ സന്തോഷിക്കണേന്ന് പ്രാർത്ഥിച്ച് ദാനം ചെയ്തിട്ട് നമ്മൾ മണ്ണുകൊണ്ടുള്ള ശിവലിംഗമാണ് ഉണ്ടാക്കുന്നത്. പാർത്ഥിവലിംഗത്തിലാണ് പൂജിക്കണമെങ്കിൽ വളരെ വിശേഷമാണ്. മണ്ണുകൊണ്ടുള്ള ശിവലിംഗത്തിനെയാണ് പാർത്ഥിവലിംഗം എന്ന് പറയുന്നത്. അപ്പോൾ ആ മണ്ണുകൊണ്ടുള്ള ശിവലിംഗത്തിനെ അവിടെ ഉപേക്ഷിച്ച് പോരുത്. അതിനെ വാരിയെടുത്ത് നദിയിലൊഴുക്കി കളയണം. അപ്പോൾ നമ്മൾ മണ്ണ് വെള്ളം ചേർത്ത് കുഴച്ചിട്ടാണ് ഉണ്ടാക്കണമെങ്കിൽ അത് ഉറച്ചിട്ടുണ്ടാവും. അതിനെ നദിയിലൊഴുക്കിക്കള, അതിനെ വിസർജനം എന്ന് പറയും. ഇപ്പോൾ ഗണപതി ബാപ്പ മോരിയ എന്ന് പറഞ്ഞിട്ട് ഗണപതിയെ കൊണ്ടുപോയിട്ട് ഒഴുക്കണം കണ്ടിട്ടില്ലേ? വ്രതങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിട്ട് താൽക്കാലികമായിട്ടുണ്ടാക്കണ ബിംബങ്ങൾ പ്രകൃതിയിലേക്ക് ലയിപ്പിച്ച് കൊടുക്കണം. കാരണം ദേവൻ വന്നു, നമ്മുടെ പൂജയൊക്കെ സ്വീകരിച്ചു, നമ്മളെ അനുഗ്രഹിച്ചു. ദേവൻ പോകുന്നതോടുകൂടിയിട്ട് അത് ജഡമാണ്, മൃതശരീര. അതിനെ പിന്നെ അവിടെ വെക്കരുത്. തീയിലിട്ട് ചുടാൻ പറ്റില്ല. ഏറ്റവും നല്ലത് ജലത്തിൽ ഒഴുക്കുക എന്നുള്ളതാണ്. അതുകൊണ്ട് ജലത്തിൽ കൊണ്ടുപോയിട്ട് പഞ്ചഭൂതങ്ങളായിട്ട് അത് പിരിഞ്ഞ് അത് പോട്ടെ എന്ന് പറഞ്ഞിട്ട് ജലത്തിൽ കൊണ്ടുപോയിട്ട് നമ്മൾ ഇടുകയാണ്. അതിനാണ് നമ്മൾ വിസർജനം ചെയ്യണം. അതുകൊണ്ട് ദുർഗാപൂജയ്ക്കൊക്കെ കണ്ടിട്ടില്ലേ, കൽക്കട്ടയിൽ ദുർഗയൊക്കെ കൊണ്ടുപോയിട്ട് ഗംഗയിൽ കൊണ്ടുപോയിട്ട് ഇടും. അവസാനം ഭയങ്കര ബഹളമായിരിക്കും. ആ സമയത്ത് അവരുടെ ആഘോഷമായിട്ടാണ് കൊണ്ടുപോവുക. ഇത് കൊണ്ടുപോയിട്ട് ഇടാൻ വേണ്ടിയിട്ട് പോകുമ്പോൾ ആ ദിവസം വേദം പഠിച്ചിട്ടുള്ള ആൾക്കാർക്കാണെങ്കിൽ ആഹാരം കൊടുക്കുക, സാധുക്കൾക്ക് അന്നദാനം ചെയ്യുക. ഇതൊക്കെ വളരെ വിശേഷമാണ്. ശിവരാത്രിയുടെ ഓരോ യാമത്തിലും പൂജകളുണ്ട്. ശിവരാത്രിക്ക് ഒറ്റ പൂജ കഴിച്ചിട്ടല്ല. വൈകുന്നേരം 6 മണിക്ക് തുടങ്ങും. രാത്രിയുടെ ആദ്യത്തെ യാമം 6 മണി തൊട്ട് 9 മണി വരെ. പിന്നെ അത് കഴിഞ്ഞാൽ 9 മണി തൊട്ട് 12 മണി വരെ, 12 തൊട്ട് 2 മണി വരെ, 3 മണി വരെ, 3 മണി തൊട്ട് 6 മണി വരെ. ഈ സമയത്തൊക്കെ വിശേഷമായിട്ടുള്ള ഭാവങ്ങളുണ്ട്, ധ്യാനങ്ങളുണ്ട്, മന്ത്രങ്ങളുണ്ട്, നേദ്യങ്ങളുണ്ട്. അങ്ങനെ ഭഗവാനെ പൂജിക്കണം എന്നാണ്. ഇനി നമുക്ക് അതൊന്നും അറിഞ്ഞില്ലെങ്കിലും ഉറക്കമൊഴിക്കുമ്പോൾ 6 മണി തൊട്ട് 9 മണി വരെയുള്ള സമയത്ത് ഒരു പൂജ കൊടുക്കുക. ഭഗവാന് അറിയണ പോലെ ആവുന്നത്തെ സ്തോത്രം ജപിക്കുക. TV കാണരുത്, സിനിമ വെച്ചുകൊണ്ടിരിക്കരുത്, ഒരു കാര്യമില്ല. അമ്പലങ്ങളിൽ പ്രദർശനം നടത്തരുത്. അമ്പലങ്ങളിലൊക്കെ പണ്ട് സിനിമാ പ്രദർശനം നടത്തുമല്ലോ, ആൾക്കാർ ഉറങ്ങാണ്ടിരിക്കാൻ വേണ്ടിയിട്ട്. ഭക്തിപ്പടമാണെന്ന് പറഞ്ഞിട്ട് കാണിക്കും. ഒരു കാര്യമില്ല. അതുകൊണ്ട് ഉപവാസത്തിൻ്റെ ഉദ്ദേശമേ തകർക്കണ പരിപാടിയാണ് സിനിമ കാണിക്കൽ. അപ്പോൾ ഈ ഓരോ യാമത്തിലും നമുക്കറിയുന്ന പോലെ 2 പഴോ പാലോ എന്താ വെച്ചിട്ട് ഏറ്റവും പ്രധാനം എത്ര നമശിവായ ചൊല്ലി തീർക്കാൻ പറ്റുമോ അത്രയും നമശിവായ ചൊല്ലുക. രാവിലെ വരെ നമശിവായ ചൊല്ലുക. അത് ചൊല്ലിക്കുക. അങ്ങനെ ഒരു ശിവരാത്രി വ്രതം എടുത്താൽ പിന്നെ ഒരു 2 ആഴ്ചയ്ക്ക് തലയിൽ നമശിവായെന്ന് മാത്രമേ വരാൻ പാടുള്ളൂ. അങ്ങനെ ചൊല്ലി വെക്കണം ആ രാത്രി കൊണ്ട്. അതുമല്ലെങ്കിൽ ഭഗവാനെ സംബന്ധിച്ചിട്ടുള്ള എന്തെങ്കിലും വിശേഷമായിട്ട് ചെയ്യാം. ധ്യാനിച്ചിട്ട് ചിത്രം വരയ്ക്കാം. ഭഗവാനെ ധ്യാനിച്ച് ശില്പരചന ചെയ്യാം. ഭഗവാന്റെ ശില്പങ്ങൾ, ഭഗവാന്റെ ചിത്രങ്ങൾ, അങ്ങനെയൊക്കെ ചെയ്യാം. പിന്നെ ക്രമം കൂട്ടിരാം. അപ്പോൾ വൈകുന്നേരത്തെ പൂജ ലഘു, കുറച്ച് ആർഭാടേ ഉള്ളൂ.
രണ്ടാമത്തെ യാമത്ത് വരുമ്പോൾ കുറച്ചുകൂടെ നേദ്യമൊക്കെ വെച്ചിട്ട് ഗംഭീരാക്കാം. മൂന്നാമത്തെ വരും ഇനിയും കൂട്ടാം. രാവിലത്തെ അവസാനത്തെ ആ യാമം വരുമ്പോഴേക്കും ധാരാളം വിളക്കുകളും ഒക്കെ വെച്ച് നിറയെ വിളക്ക് വെക്കണം ഭഗവാൻ ഇഷ്ടമാണ്. നമുക്കിപ്പോൾ ചെറിയൊരു ശിവലിംഗമാണെന്ന്, ഇനി ശിവലിംഗം ഇല്ലെങ്കിലും ഒരു ഭദ്രദീപം കൊളുത്തി വയ്ക്കുക, തട്ടിൽ വെക്കണം എന്നേ ഉള്ളൂ. ആ തട്ടിൽ വെച്ചിട്ട് ആ ദീപത്തിനൊരു മാലയൊക്കെ കോളം കൊണ്ടൊരു മാല കെട്ടി കൊടുത്തിട്ട് അത് മഹാദേവനാണെന്ന് സങ്കല്പിച്ചിട്ട് അമ്മയും ഭഗവാനെയും കൂടെ ഒന്നിച്ചിട്ട് അതിലേക്ക് സങ്കല്പിക്കുക. അവരെ ക്ഷണിച്ചു വരുത്തി അവർക്ക് എന്തൊക്കെയാ വെച്ചാൽ നമുക്ക് കൊടുക്കാൻ പറ്റുന്നതൊക്കെ. ഒരു മന്ത്രത്തിനും എക്സ്ട്രാ വേണ്ട, നമശിവായ എന്ന് മാത്രം മതി, വേറെ ഒന്നും വേണ്ട. ഭഗവാൻ സന്തോഷിക്കും. വേണമെങ്കിൽ നമശിവായ ച നമശിവായൈ എന്നും പറയാം. നമശിവായ ച നമശിവായൈ എന്ന് പറഞ്ഞാൽ ശിവായ എന്ന് പറഞ്ഞാൽ അമ്മയ്ക്കും, ശിവയ്ക്കും ശിവനും ശിവയ്ക്കും എന്ന് 2 തരം പഞ്ചാക്ഷരമാണ്. അപ്പം നമശിവായ ച നമശിവായൈ എന്ന് പറഞ്ഞിട്ടും പൂജ കഴിക്കാം. അങ്ങനെ കൊടുത്തിട്ട് ആവുന്നത്ര ജപിക്കുക, 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 ജപിക്കുക. കൈലാസത്തിൽ ആ സമയത്ത് ഭഗവാനെ കോടിക്കണക്കിന് ദേവന്മാരും രുദ്രഗണങ്ങളൊക്കെ ഇങ്ങനെ അഭിഷേകം ചെയ്യണത് മനസ്സുകൊണ്ട് സങ്കല്പിക്കുക. ഭഗവാൻ ഇങ്ങനെ ആ കൊടുമുടി പോലെ ഇരുന്നിട്ട് ഇവരിങ്ങനെ ആകാശമാർഗത്ത് നിന്നിട്ട് ഭഗവാനെ ഇങ്ങനെ ഏട്ടമുറിയാതെ ധാര കൊടുത്തുകൊണ്ടിരിക്കണതൊക്കെ മനസ്സിൽ സങ്കല്പിക്കുക. നമ്മുടെ മനസ്സിന് ഏത് രീതിയിൽ ഇഷ്ടമോ അങ്ങനെ ഭഗവാനെ ധ്യാനിക്കുക. ഇതൊക്കെയാണ് ശരിക്ക് നമ്മളിന്ന് സാധാരണക്കാർക്ക് ശിവരാത്രി വ്രതം അനുഷ്ഠിക്കാൻ ചെയ്യാൻ പറ്റുന്ന കാര്യം. ജപിക്കുക, ജപത്തിന് ഒരു കുറവും വരുത്തരുത്. നിങ്ങൾ ഈവൻ ഭക്ഷണം കഴിച്ചോ വ്രതമായിട്ടൊന്നും എടുക്കണമെന്നില്ല, ജപം മുടക്കരുത്. ശരീരത്തിന് ബുദ്ധിമുട്ട് ഉള്ളവർക്ക് സാധിക്കില്ല. പിന്നെ നിലത്ത് ചമ്പരം പടിഞ്ഞിരുന്നില്ലെങ്കിൽ ശിവൻ കോപിക്കുമോ എന്നോട് ഇന്നാളൊരാൾ ചോദിച്ചു. ഒരിക്കലും കോപിക്കില്ല. ഭഗവാനല്ലേ നമുക്ക് ഈ കേടുള്ള ശരീരം തന്ന്, നമ്മുടെ കർമ്മഫലം കൊണ്ട് തന്നെയാണല്ലോ സംഭവിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ കേടുണ്ടെന്നുണ്ടെങ്കിലും നമ്മളതിൻ്റെ പരിമിതികളിൽ നിന്ന് കസേരയില്ലെങ്കിൽ കസേരയിലിരിക്കുക. ഇനി കിടന്നിട്ടേ ജപിക്കാൻ പറ്റുള്ളൂ എനിക്ക് ഒരു വിഷമവും വിചാരിക്കണ്ട, കിടന്ന് ജപിക്കുക. മനസ്സാണ് പ്രധാനം. ഇരുന്നിട്ട് ഒരു ശ്രദ്ധയില്ലാണ്ട് ജപിക്കണേക്കാട്ടിലും ചിലപ്പോൾ ഫലം കിട്ടും, സാക്ഷാത്കാരവും കിട്ടും. അപ്പോൾ ജപം മുടക്കരുത്, അത് വളരെ വിശേഷം. സാധിക്കുമെങ്കിൽ ശിവലിംഗം ഉണ്ടെങ്കിൽ ഒന്നും ചെയ്യാൻ പറ്റിയില്ലെങ്കിലും ഒരു മൊന്തയിൽ കുറച്ച് വെള്ളം എടുക്കുക, ഒരു പാത്രത്തിൽ, അതങ്ങനെ തിരിമുറിയാതെ ഒഴിച്ചു കൊടുക്കുക, ധാരയായിട്ട് ഒഴിച്ചു കൊടുക്കുക. കോളുണ്ടെങ്കിൽ ഒരു കോള അതിലിടുക, അല്ലെങ്കിൽ ഒരു തുളസി അതിലിടുക. ആ വെള്ളത്തിനെ ഒന്ന് ശുദ്ധാക്കുക. ഞാൻ നേരത്തെ പറഞ്ഞു തന്ന മാതിരി ഗംഗ ആവാഹിക്കുക. എന്നിട്ട് തിരിമുറിയാണ്ട് ആ വെള്ളം അല്പം പോലും പുറത്തേക്ക് തെറിക്കരുത്. നല്ലൊരു പാത്രത്തിൽ, കുഴിയുള്ള പാത്രത്തിൽ ശിവലിംഗം വെച്ചിട്ട് ഒഴിക്കുക. ഒരു തുള്ളി പോലും ചവിട്ടരുത്. ശിവൻ്റെ പാദോദകമാണ്, ശിവൻ്റെ അഭിഷേക തീർത്ഥത്തിനെ ചവിട്ടരുത്. കയ്യിൽ കുടഞ്ഞു കളയരുത്. ഒരിക്കലും തീർത്ഥം മേടിച്ചിട്ടാണെങ്കിലും ഏത് ക്ഷേത്രത്തിലാണെങ്കിലും ശിവൻ്റെ തീർത്ഥം പ്രത്യേകിച്ചും കുടിച്ചു കഴിഞ്ഞിട്ട് ഇങ്ങനെ ആക്കും ആൾക്കാർ. ചെയ്യരുത്, ഒരിക്കലും ചെയ്യരുത്. കയ്യിലെ നനവുണ്ടെന്നുണ്ടെങ്കിൽ കയ്യിൽ വസ്ത്രത്തിൽ തുടയ്ക്കരുത്. കയ്യിലൊരു ടവലോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ആ മാക്സിമം തീർത്ഥല്ലേ തലയിൽ തന്നെ വെച്ച് തലയിലേക്ക് ശിരസിലേക്ക് ഇറക്കി കൊടുക്കുക. ഒരിക്കലും കുടഞ്ഞു കളയരുത്. നമ്മൾ അഭിഷേകം ചെയ്യണം, അമ്പലത്തിൽ അഭിഷേകം ചെയ്യണ പോലെ തന്നെയാണ്. ഞാൻ പറഞ്ഞു, ഭഗവാന്റെ അർച്ചനാവതാരമാണ് നമ്മുടെ ശിവലിംഗങ്ങളും. നമ്മുടെ ശിവൻ്റെ ഫോട്ടോയും ഭഗവാന്റെ അവതാരമാണ്, അങ്ങനെ തന്നെ കാണണം. അത് വിഷ്ണു ആണെങ്കിലും ശിവനാണെങ്കിലും ഒക്കെ അർച്ചനാവതാരമാണെന്ന് ഇന്നലെ പറഞ്ഞു. അപ്പോൾ ആ ബഹുമാനത്തോടെ കാണുക. ആ ജലത്തെ അല്പം സേവിക്കുക, എല്ലാവർക്കും കൊടുക്കുക. അതൊക്കെയാണ് നമുക്ക് ചെയ്യാവുന്ന ഏറ്റവും ലളിതമായിട്ടുള്ള ശിവരാത്രി പൂജ. പിന്നെ ഭഗവാന് പച്ചരി കൊണ്ട് അധികം വേവില്ലാണ്ട് കുറച്ച് ചോറ് ഹവിസായിട്ട് വെച്ചിട്ട് അത് നേദിക്കണതും വളരെ നല്ലതാണ് ശ്രീ പരമേശ്വരന്. അമ്മയും കൂടെ നമ്മൾ ചേർത്ത് ആരാധിക്കണമെങ്കിൽ ഭഗവാനൊരു ശർക്കര പായസമൊക്കെ ആവാം. അമ്മയുണ്ടെങ്കിലേ ഭഗവാൻ അങ്ങനത്തെ കുറച്ചുകൂടെയൊക്കെ സ്വാദുള്ളതൊക്കെ ആവശ്യമുള്ളൂ. പിന്നെ വില്യം കിട്ടണേൻ്റെ പറക്കും, ഒരു വില്ലുമെങ്കിൽ ഒരു വില്യം അത് ധാരാളമാണ്. ഭഗവാന് ഏകബില്യം ശിവാർപ്പണം എന്ന് പറഞ്ഞുകൊണ്ടാണ്, ഒറ്റ വില്യം മതി. അതിൽ പൊട്ട്, പൊടി, തൊള, അറ്റം കീറിയത് ഇതൊന്നും പാടില്ല. അത്ര ശ്രദ്ധിച്ചിട്ട് വേണം പൂജയ്ക്കുള്ള വില്ലത്തിനെ മാറ്റിവെക്കാൻ. പൊട്ട് പൊടിയുള്ളതൊക്കെ മാറ്റിക്കളഞ്ഞേക്കണം. അതിൽ പുഴു തുളച്ചത് അങ്ങനെയൊക്കെ നന്നായി കഴുകണം. മുടിനാര് പാടില്ല, ഒരു തരത്തിൽ മുടിനാര് പടരുത്. ഇതൊക്കെ വളരെ ശ്രദ്ധിക്കുക. ഇങ്ങനെയൊക്കെയാണ് ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ സൂതൻ പറയണതിൻ്റെയും ഏകദേശം ചുരുക്കമാണ്. പക്ഷെ അദ്ദേഹം പറയണ രീതികളൊന്നും നമുക്കിന്ന് നടത്താൻ പറ്റില്ല, അത്രയധികം വിസ്തരിച്ചിട്ടാണ് പറയണത്. 1-ാം യാമം തുടങ്ങി എല്ലാ യാമങ്ങളിലും ചെയ്യേണ്ട ആദ്യത്തെ യാമത്തിലാണ് പാർത്ഥിവലിംഗം പ്രതിഷ്ഠിക്കേണ്ടത്. പിന്നെ എല്ലാ യാമങ്ങളിലും നമ്മൾ പൂജിക്കുകയാണ് ഭഗവാനെ. പിന്നെ രുദ്രൻ അറിയാമെങ്കിൽ ശ്രീരുദ്രൻ മുഴുവൻ ചൊല്ലി അഭിഷേകം ചെയ്യാം നമുക്ക് ശിവലിംഗത്തിൽ. ചില ആൾക്കാരിപ്പോൾ യൂട്യൂബൊക്കെ ഉള്ളതുകൊണ്ട് എന്ത് ചെയ്യുന്നു വെച്ചിട്ടുണ്ടെങ്കിൽ യൂട്യൂബിൽ ഇത് വെച്ചിട്ട്
ജലം ഒഴിച്ചു കൊടുക്കും. തെറ്റൊന്നുമില്ല. അതിപ്പോൾ ഒരു മോശമായിട്ടുള്ളൊരു കാരണം കാലത്തിനനുസരിച്ചിട്ട് ധർമ്മത്തിനെ ചെറിയ തോതിലൊക്കെ പരിഷ്കരിക്കണം, അല്ലെങ്കിൽ ശരിയാവില്ല. മോഡേൺ ജീവിതം മാറിക്കഴിഞ്ഞു ഒരുപാട്. അപ്പോൾ എല്ലാവർക്കും ഇപ്പോൾ സംസ്കൃതമൊന്നും കാണാതെ അറിയൊന്നുമില്ല. അതെ, ഭഗവാൻ ഇഷ്ടപ്പെട്ടിട്ടുള്ള സുവർണമാലാസ്തുതി, ശിവൻ്റെ സുവർണമാലാസ്തുതി യൂട്യൂബിലൊക്കെ ഉണ്ട്, നോക്കിയാൽ കാണും, നല്ല രസമാണ്. അതുമാതിരി വേദസാര ശിവസ്തവം, പശൂനാം പതിം പാപനാശം ഹരേഹം, ആ മനോഹരമായിട്ടുള്ള സ്തുതി കേൾക്കുമ്പോൾ തന്നെ അത്രയും മനസ്സിന് സുഖം തരുന്ന ഒരു സ്തുതിയാണ് വേദസാര ശിവസ്തവം. ആ സ്തുതി അതൊക്കെ ജപിക്കാം. മന്ത്രജപമാണ് പ്രധാനം, പഞ്ചാക്ഷരം, വേറെ ഒന്നും വേണ്ട, ധാരാളം ജപിക്കുക. വേറെ ഒന്നും എനിക്കൊന്നും ഇന്നലെ ഒരു അദ്ദേഹം ഇവിടെ ഇന്നലെ എൻ്റെ അടുത്ത് പറയും, എനിക്ക് വേറെ മന്ത്രമൊന്നും അറിയില്ല, എൻ്റെ കയ്യിലൊരു സ്ഫടികലിംഗമുണ്ട്, ഞാനത് അഭിഷേകം ചെയ്താൽ തെറ്റുണ്ടോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഒരു തെറ്റുമില്ല, എൻ്റെ അവിടെ നല്ല വെള്ളം കിട്ടില്ല പറഞ്ഞു. ഞാൻ പറഞ്ഞു നല്ല വെള്ളം കിട്ടാത്ത സ്ഥലത്ത് നിങ്ങൾ ജീവിക്കുന്നത് ഭഗവാനാണല്ലോ അവിടെ ആക്കിയിരിക്കുന്നത്. ഭഗവാനോട് പറയും, ഭഗവാനെ എൻ്റെ ഈ വെള്ളമേ ഉള്ളൂ, ഞാൻ ഇത് തരും, ഞാൻ കുടിക്കുന്നതാണ്, ഞാൻ എന്ത് കഴിക്കണോ അത് ഞാൻ നിനക്ക് തരും എന്ന് പറയാം, എന്നിട്ട് കൊടുക്കുക. ഭഗവാൻ ഒരു വിഷമവും അതിലുണ്ടാവില്ല. ഇപ്പം നമ്മൾ മദ്രാസിലൊക്കെ ജീവിക്കണമെന്നുണ്ടെങ്കിൽ ഭഗവാന്റെ തലയിലെ മുടിയൊക്കെ പോവും. അപ്പോൾ ഇവിടെ നമ്മുടെ മനസ്സാണ് പ്രധാനം. മന്ത്രങ്ങളോ ഒന്നും അറിയണം, ഒന്നും അറിയില്ല, ശിവ 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 എന്ന് പറഞ്ഞാൽ. ഇതാ കണ്ടില്ലേ, നേരത്തെ ഞാനൊരു ബ്രാഹ്മണ സ്ത്രീ വേശ്യാസ്ത്രീയായി പോയപ്പോൾ അവൾ അറിയാതെ ശിവശിവ, പശുവിൻ്റെ മാംസം തിന്നണ സമയത്ത് ശിവശിവ എന്ന് പറഞ്ഞു എന്നുള്ളതുകൊണ്ട് അവൾ രക്ഷപ്പെട്ട കഥയാണ് പറയണത്. എന്തിനാ പുരാണങ്ങളിൽ ഇങ്ങനത്തെ കഥകൾ എഴുതി വെച്ചിരിക്കണം? അപ്പോൾ നമ്മൾ ചോദിക്കുക ഇത്രയൊക്കെ ചെയ്തിട്ട് ഇങ്ങനെയൊന്ന് ചോദിക്കണം. എന്താ വെച്ചാൽ നിങ്ങൾക്ക് എന്തെങ്കിലും ചെയ്തുകൂടെ എന്ന് ചോദിക്കാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ പിതൃകർമ്മം പറയണ സമയത്ത് ഞാൻ മുമ്പ് പറഞ്ഞിരുന്നു, കുളിച്ച് കഴിഞ്ഞിട്ട് നമ്മുടെ ദേഹം തുടച്ചിട്ടുള്ള ആ തോർത്ത് പിഴിഞ്ഞിട്ട് പിതൃക്കളെ നിങ്ങൾക്ക് എന്ന് പറഞ്ഞാൽ 7 തലമുറയിലെ പിതൃക്കളെ ആ ശുദ്ധജലം കൊണ്ട് തൃപ്തിപ്പെടുന്നു. അവരത്ര തയ്യാറായിട്ട് നിൽക്കുകയാണ് നമ്മുടെ സ്നേഹം കിട്ടാൻ. നമുക്ക് അതുപോലും വയ്യ. അപ്പോൾ അതുമാതിരിയാണ് ഇവിടെ ഭഗവാനെ നമുക്ക്. പിന്നെ ഈ ധാര ചെയ്യുമ്പോൾ ശ്രദ്ധ മാറാതെ ഒഴിക്കെ നിങ്ങൾക്ക് ഇവിടെ ഒരു തണുപ്പ് അനുഭവപ്പെടും. ഭഗവാൻ തണുക്കുമ്പോൾ നിങ്ങൾക്ക് തണുപ്പ് അനുഭവപ്പെടും. അതാണ് അഭിഷേകം ചെയ്യുമ്പോഴുള്ള ഏറ്റവും സന്തോഷമുള്ളൊരു കാര്യം. ഇനി ഞാൻ നിങ്ങൾക്ക് വെറുതെ ശിവരാത്രി വരെ ഒന്നും കാത്തു നിൽക്കണ്ട, ഞാൻ നിങ്ങൾക്ക് ശിവനെ അഭിഷേകം ചെയ്യാനുള്ള ഒരു ദിവസം പറഞ്ഞുതരാം. എല്ലാ ശ്രേയസ്സും ഉണ്ടാവാനുള്ള, സമ്പത്തും ഉണ്ടാവാൻ പറഞ്ഞുതരാം. ഭഗവാനെ അങ്ങനെയെങ്കിലും ഒന്ന് അഭിഷേകം ചെയ്യട്ടെ എന്ന് പറഞ്ഞിട്ട് നമ്മൾ പറഞ്ഞു കൊടുക്കുക. അല്ല, ഞാൻ തമാശ പറഞ്ഞ സമ്പത്തും ഉണ്ടാവും, ഒരു സംശയവും വേണ്ട. നമ്മുടെ പിറന്നാൾ നാൾ വരുമല്ലോ എല്ലാ മാസവും. നാൾ വരുന്നതിൻ്റെ തലേ ദിവസത്തെ നക്ഷത്രം. ഇപ്പോൾ ഉദാഹരണത്തിന് ഒരു നക്ഷത്രം പറയൂ, ആരെങ്കിലും പറയൂ. മകീരം. മകീരത്തിൻ്റെ തലേ ദിവസം ഏതാ? തലേന്നത്തെ നക്ഷത്രം ഏതാ? തലേ ദിവസത്തെ നക്ഷത്രം രോഹിണി. രോഹിണിയാണ് അപ്പോൾ നമ്മൾ അഭിഷേകത്തിന് എടുക്കേണ്ടത്. മകീരമാണ് നമ്മുടെ നാളെങ്കിൽ രോഹിണി നക്ഷത്രത്തിൽ അതിനെ അഭിഷേക നക്ഷത്രം എന്ന് പറയും. ആ നക്ഷത്രത്തിന് അഭിഷേക നക്ഷത്രം എന്ന് തന്നെ പറയാം. ഇതൊന്നും നമ്മുടെ കേരള സമ്പ്രദായത്തിലില്ല കേട്ടോ. അതുകൊണ്ട് ഇവിടെ ആരും ഇത് അന്വേഷിക്കണ്ട. ഇതൊക്കെ വേറൊരു റൂട്ടിൽ കിട്ടുന്ന സാധനങ്ങളാണ്. അത് കിട്ടുന്നത് എല്ലാവർക്കും ഉപകാരപ്പെടട്ടെ പറഞ്ഞിട്ട് പറഞ്ഞു തരണമെന്ന് മാത്രം. അഭിഷേക നക്ഷത്രത്തിൽ ഭഗവാന് നമ്മൾ വീട്ടിലുള്ള ശിവലിംഗത്തിൽ ജലം കൊണ്ടോ പാല് കൊണ്ടോ ഇനി 3 സ്പൂണ് വെള്ളമെങ്കിലും നമശിവായ എന്ന് പറഞ്ഞിട്ട് അതിൽ ഒഴിക്കുക. എല്ലാ മാസവും ഇതൊന്ന് മാർക്ക് ചെയ്ത് വെച്ചാൽ മതി. 2 മിനിറ്റ് പണിയുള്ളൂ, അധികം സമയമൊന്നും വേണ്ട. ധാരയായിട്ടും ചെയ്യണ്ട. ധാരയായിട്ടൊക്കെ ചെയ്യാം, സമയമുള്ളവർക്ക് ചെയ്യാം. പക്ഷെ വിശേഷമാണ്, വ്യത്യാസം ശരിക്കറിയും. ആരോഗ്യത്തിൽ വ്യത്യാസം വരും, നമ്മുടെ ചുറ്റുപാടുകളിൽ വ്യത്യാസം വരും, നമ്മുടെ മനസ്സടക്കത്തിൽ വ്യത്യാസം വരും, അനവധി വ്യത്യാസങ്ങൾ വരും. ശിവലിംഗം ഉണ്ടെങ്കിൽ ഇങ്ങനെ എല്ലാ 26 ദിവസം കൂടും, 26 അല്ല 27 ദിവസം തന്നെ, 27 ദിവസം കൂടുമ്പോഴും ഇത് ചെയ്യാൻ പറ്റിയ വളരെ നല്ല അഭിഷേക നക്ഷത്രം എന്നാണ് പറയുക. കണ്ടുപിടിക്കാൻ വളരെ എളുപ്പമാണ്. നിങ്ങളുടെ നക്ഷത്രത്തിൻ്റെ തലേത്തെ നക്ഷത്രം എടുക്കുക, കലണ്ടറിൽ നോക്കണം, ആ നക്ഷത്രം ഉദിച്ച് നിൽക്കുന്നുണ്ടോ നോക്കണം. ആ നക്ഷത്രം നിൽക്കുമ്പോൾ ആ നക്ഷത്രം ഉദയത്തിൽ കിട്ടുന്ന വിധത്തിൽ വേണം. അപ്പോൾ അഭിഷേകം ചെയ്താൽ വളരെ നല്ലതാണ്. അതേപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ കറുത്ത പക്ഷത്തിൽ അഷ്ടമി ദിവസം ഭഗവാന് നെയ്വിളക്കോ ചരാതിൽ നമ്മൾ ദീപാവലിക്ക് കത്തിച്ച് വെക്കണ ചരാതിൽ ഒരു നെയ്വിളക്കോ അല്ലെങ്കിൽ കടുകെണ്ണയോ, ഭൈരവനാണെങ്കിൽ
ഭൈരവസ്വാമിക്കാണെങ്കിൽ കടുകെണ്ണ, മഹാദേവനാണെന്നുണ്ടെങ്കിൽ ഇലിപ്പയോ അല്ലെങ്കിൽ മഹുവ എന്ന് പറയും നോർത്ത് ഇന്ത്യയിലൊക്കെ. ഭയങ്കര സുഗന്ധമുള്ള ഒരു എണ്ണയാണത്. മഹാലക്ഷ്മിയാണെന്നാണ് സങ്കല്പം. അത് അല്ലെങ്കിൽ വെളിച്ചെണ്ണ, അല്ലെങ്കിൽ നല്ലെണ്ണ, നെയ്യോ എന്താണെങ്കിലും ഒരു ദീപം കൊടുക്കുക. ദീപം വെക്കണത് ശരിക്കും ദീപദാനം എന്നാണ് പറയുക. എത്ര അധികം വിളക്കുകൾ വെക്കണോ അത്രയും ശക്തി വർദ്ധിക്കുന്നതാണ്. അപ്പോൾ നമ്മൾ ചില കാര്യത്തിനൊക്കെ നമുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് മഹാദേവന് 11 വിളക്ക്, 21 വിളക്ക്, 51 വിളക്ക്, 108 വിളക്കൊക്കെ വെക്കാം വീട്ടിൽ. ഇതൊന്നും പുറത്തല്ല, ഭഗവാനെന്ന് മാത്രമല്ല, നാരായണൻ, ഗുരുവായൂരപ്പനൊക്കെ അങ്ങനെ തന്നെയാണ്. ഗണപതിക്കും വിശേഷമാണ്, ഏത് ദേവതയ്ക്കും വിളക്കുകൾ വളരെ വിശേഷമാണ്. ദീപാവലി വിളക്കുകൾ എടുക്കുക, എണ്ണ തുളുമ്പി പോരുത്, താഴെ തട്ടുണ്ടാവണം. ഒരു തട്ടിൽ തന്നെ പട്ടണത്തെണ്ണം വെക്കാം. എന്നിട്ട് കൊളുത്തിയിട്ട് ഭഗവാന് സമർപ്പിക്കുക. ഗ്രഹദോഷം മാറാനൊക്കെ വിശേഷമാണ്. നല്ലെണ്ണ ഉപയോഗിച്ചാൽ മതി, അല്ലെങ്കിൽ വെളിച്ചെണ്ണ ഉപയോഗിച്ചാൽ മതി. മറ്റേ വിളക്കെണ്ണ എന്ന് പറഞ്ഞിട്ട് വൃത്തികെട്ട സാധനം വരുന്നുണ്ട്, ദയവ് ചെയ്തിട്ടത് ഉപയോഗിക്കരുത്. അതിൽ എൻജിൻ ഓയിലും മറ്റേ ബജ്ജി വറുത്ത എണ്ണയൊക്കെയാണ്. അത് എല്ലാത്തരം ബജ്ജികളും മാംസവും അതും ഇതൊക്കെ ചേർത്ത് വറുത്ത എണ്ണയുടെ ഫിൽട്ടർ ചെയ്തിട്ടാണ് ഇപ്പോൾ വിളക്കെണ്ണ, ദീപം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള പല പേരുകളിലൊക്കെ വരുന്നുണ്ട്. ഇവിടെ അമ്പലങ്ങളിലൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. ശ്വാസകോശത്തിൻ്റെ ഒക്കെ ഇടപാട് തീരും. ഈ കോവിഡ് കാലത്താണ് ഞാൻ കണ്ടുപിടിച്ച്, പല അമ്പലങ്ങളിൽ നമ്മൾ ഈ മാസ്ക് വെച്ചിട്ട് പോകുമ്പോൾ കഴിഞ്ഞ് നമ്മൾ തൊഴുത് പുറത്തു വന്നു കഴിഞ്ഞാൽ ഇതിൽ അങ്ങനെ കറുത്ത എണ്ണക്കരി ഉണ്ടാവും. അപ്പോഴാണ് മനസ്സിലാക്കണേ ഈശ്വര, അല്ലെങ്കിൽ നമ്മൾ ഇതൊക്കെയാണല്ലോ വലിച്ചു കയറ്റിക്കൊണ്ടിരുന്നത്. ഇപ്പം ചുറ്റുവിളക്കൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഭഗവാന്റെ അവിടെയൊക്കെ രാത്രി റൂമിലെത്തിക്കഴിഞ്ഞിട്ട് നോക്കുമ്പോൾ ഇങ്ങനെ കിനിഞ്ഞു വരും ആ എണ്ണ, വേപ്പർ. അത്ര മോശം എണ്ണയാണ് ഈ പുറത്തുനിന്ന് വരണ എണ്ണ. അതുകൊണ്ട് വളരെ ശ്രദ്ധിക്കണം, അങ്ങനത്തെ എണ്ണകൾ ഉപയോഗിക്കരുത്. പിന്നെ ഇതൊക്കെയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ യാമം അധിഷ്ഠിതമായിട്ടുള്ള പൂജയുടെ വിവിധ വലിയ ക്രമങ്ങളൊന്നും നമുക്ക് ശരിക്കും ചെയ്യാൻ പറ്റില്ല. അപ്പം ഞാനിപ്പോൾ അത് മുഴുവൻ ഇവിടെ ഇരുന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങളതെല്ലാവരും കേട്ടിട്ട് അയ്യോ ഇതൊന്നും നമ്മളെ കൊണ്ട് പറ്റില്ലല്ലോ എന്ന് പറഞ്ഞ് പോണേക്കാളും നല്ലത് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന എന്തെങ്കിലും പറഞ്ഞു തരിക. അടുത്ത കൊല്ലം ഞാൻ കാണുമ്പോൾ നിങ്ങൾ പറയാം, അന്ന് ശരത്ത് പറഞ്ഞു തന്ന പോലെ പൂജയൊക്കെ ചെയ്തു, ശിവരാത്രി ചെയ്തു എന്നൊക്കെ പറഞ്ഞ് നിങ്ങളുടെ ഒരു ശിവകലയൊക്കെ കാണുമ്പോൾ എനിക്ക് സന്തോഷമാവും. ആ സന്തോഷത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ പറഞ്ഞു തരുന്നത്. അപ്പം ഇതൊക്കെ പണ്ട് മഹാദേവൻ തന്നെ ഗുരുവായൂരപ്പന്, നാരായണന് പറഞ്ഞു കൊടുത്തിട്ടുള്ളതാണ് എന്ന് പറഞ്ഞിട്ടാണ് സൂതൻ ഇത് പറയണത്. ശിവൻ്റെ ഏറ്റവും സന്തോഷമുള്ള ഈ വാക്കുകളൊക്കെ കേട്ടിട്ട് മഹാവിഷ്ണു വൈകുണ്ഠത്തേക്ക് പോയി എന്ന് പറഞ്ഞിട്ട് അവസാനിപ്പിക്കുകയാണ്. അതായത് മഹാദേവൻ ഇത് വിഷ്ണുവിന് ഉപദേശിച്ചു കൊടുക്കുന്നതായിട്ടാണ് ഈ ശിവരാത്രിയുടെ വ്രതത്തെക്കുറിച്ചുള്ള ഭാഗം വരുന്നത്. ഞാൻ പ്രസക്തമായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ കൂടെ ഇന്ന് എടുത്തിട്ട് വേണമെങ്കിൽ പറയാം. ഉപകരിക്കുന്ന കാര്യങ്ങൾ മാത്രം നമുക്ക് ഇന്നത്തെ നമ്മുടെ സാഹചര്യങ്ങളിൽ നമുക്ക് ആരാധിക്കാൻ ഉപയോഗിക്കാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങൾ പറയാം. ഗുരുവായൂരപ്പാ ശരണം. ഹരേ. ഇപ്പോൾ ഉപകാരപ്പെടണല്ലേ പറഞ്ഞത് അല്ലേ? ഉപകാരമില്ലേ പറഞ്ഞു തന്നത് അല്ലേ? ഇത് കഴിഞ്ഞിട്ട് ഇതിൻ്റെ ഇടയിൽ ഒരു ആരൊക്കെയാണ് ലോകത്തിൽ ശിവപൂജ കൊണ്ട് ഉന്നതിയെ പ്രാപിച്ചതെന്നൊരു ലിസ്റ്റൊക്കെ പറയുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ ഈ റോട്ടറി ക്ലബ്ബിലൊക്കെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പാസ്റ്റ് പ്രസിഡൻസ് എന്നൊക്കെ പറഞ്ഞിട്ട് എഴുതി വെച്ചിട്ടുണ്ടാവും, കണ്ടിട്ടില്ലേ? പണ്ടത്തെ ഇവിടുത്തെ പ്രസിഡന്റ്, അല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ ഇവിടുത്തെ കമ്മിറ്റിയിൽ ചോദിച്ചാൽ പറയും പണ്ടത്തെ പ്രസിഡന്റുമാരുടെയൊക്കെ പേര്, സെക്രട്ടറിയുടെ പേരൊക്കെ ചില അമ്പലങ്ങളിലൊക്കെ എഴുതി വെച്ചിട്ടുണ്ടാവും. അപ്പോൾ പ്രത്യേകിച്ച് നഗരങ്ങളിൽ പോയാൽ കാണാം. നമ്മൾ ഈ മലയാളികൾ ഈ അയ്യപ്പ ക്ഷേത്രവും ഗുരുവായൂരപ്പൻ്റെ അമ്പലവും ലോകം മുഴുവൻ ഉണ്ടാക്കാൻ ഭയങ്കര മിടുക്കുള്ള ആൾക്കാരായതുകൊണ്ട് അപ്പോൾ നമ്മൾ ഗുരുവായൂരപ്പനെ അയ്യപ്പനെ കൊണ്ടുണ്ടാക്കും. അവിടുത്തെ ചുമരുകളിലൊക്കെ ഇങ്ങനെ ഭഗവാന്റെ നാമം എഴുതുന്നതിനെക്കാട്ടിലും കൂടുതൽ പലകകളിൽ എഴുതി വെച്ചിട്ടുണ്ടാവും. ഇന്ന ആൾ 1962 തൊട്ട് ഇത്ര വരെ സെക്രട്ടറി ആയിരുന്നു, മറ്റേ ആൾ പ്രസിഡൻ്റായിരുന്നു. അമ്പലം മുഴുവൻ നമ്മളാദ്യം ചെന്നിട്ട് എന്തോ അഷ്ടോത്തരം എന്തോ എഴുതി വെച്ചിരിക്കുന്നവർ വായിക്കാൻ പോകുമ്പോൾ ഇവരുടെ പേരുകൾ ഇങ്ങനെ കാണാം. അനവധി പേര്, ഇതിൽ പലരും മരിച്ച് മണ്ണടിഞ്ഞു പോയിട്ടുണ്ടാവും. ഇപ്പോൾ നമ്മളവിടെ തന്നെയുണ്ട്, നടക്കുമ്പോൾ ലോകത്തിലുള്ള തറവാട്ടുകാരുടെ മുഴുവൻ പേരുണ്ട്. അവസാനം ഒരു കല്ലിൽ ഒരു 8-10 പേരുടെ പേര് അല്ലേ? അപ്പം നമ്മൾ ഈ കല്ലിൽ പേര് വെക്കാൻ ഭയങ്കര മിടുക്കന്മാരാണ്. എന്ന് വെച്ചാൽ പണ്ടുള്ളവർ ചെയ്തിരുന്നില്ല എന്നല്ല. മഹാദേവൻ്റെ ഇപ്പുറത്തെ സൈഡിൽ നിലത്ത് വെട്ടെഴുത്തിലൊരു ലിഖിതമുണ്ട്, കണ്ടില്ലേ ആ പാറയുടെ മുകളിൽ? അപ്പോൾ അത് പണ്ടുള്ളവരെന്തോ എഴുതി വെച്ചാണ്. അപ്പം അങ്ങനെ ഇത് ഇവിടെ വ്യാധേശ്വര ശിവരാത്രി മഹാത്മ്യം എന്ന് പറഞ്ഞിട്ട് ഒരു അധ്യായം പറയുന്നുണ്ട്. ഋഷയോജു ധന്യോസി കൃതകൃത്യോസി
ജീവിതം സഫലം തവ യച്ഛ്രാവയസിനസ്താദ മഹേശ്വര കഥാം ശുഭാം ബഹുഭിശ്ചർഷിഭിസ്സൂത ശ്രുതം യദ്യപി വസ്തുസത് സന്ദേഹോ ന ഗതോസ്മാകം തദേതത് കഥയാമിതേ കേന വ്രതേന സന്തുഷ്ട ശിവോ യച്ഛതി സൽസുഖം കുശല ശിവകൃത്യേത്വം തസ്മാത് പൃച്ഛാമഹേ വയം ഭുക്തിർമുക്തിശ്ചരഭ്യേദ ഭക്തിർയേന വ്രതേന വൈ തദ്വതത്വം വിശേഷേണ വ്യാസശിഷ്യ നമസ്തുതേ. ഈ വിധമാണ് ഈ വ്രതങ്ങൾ ഏതൊക്കെ തരമാണെന്നും എങ്ങനെയൊക്കെയാണ് ഭഗവാനെ പൂജിക്കേണ്ടതെന്നും ഇവിടെ ചോദിക്കുന്നത്. അപ്പോൾ ഞാനിപ്പോൾ ഈ പറഞ്ഞ അനവധി കാര്യങ്ങളൊക്കെ പറഞ്ഞതിന് ശേഷം ഭഗവാനെ പൂജിക്കാനുള്ള മന്ത്രങ്ങൾ എന്തൊക്കെ ഈ പൂക്കളെ കൊണ്ടൊക്കെ പൂജിക്കാം. വില്യം എങ്ങനെയാണെങ്കിലും വില്യം വേണം. വെളുത്ത പുഷ്പങ്ങൾക്ക് വളരെ പ്രാധാന്യമുണ്ട്. ചുവന്ന പുഷ്പങ്ങൾ കഴിവതും ഒഴിവാക്കണം എന്നൊക്കെ പറയുന്നുണ്ട്. വെള്ളയും പച്ചയും നിറമുള്ള എന്തും ഇലകൾ വെളുത്ത പുഷ്പങ്ങൾ മഹാദേവന് വളരെ പ്രിയങ്കരമാണ്. പിന്നെ ആ നേദ്യങ്ങൾ പറയുന്നുണ്ട്. ആദ്യത്തെ യാമത്തിലെ നേദ്യം നല്ല പാകം ചെയ്ത ചോറാണ്, പക്വാന്നം. അത് ഭഗവാന് ഞാൻ നേരത്തെ പറഞ്ഞ പാകത്തിലേ പാടുള്ളൂ, അതിൽ കൂടാൻ പാടില്ല. വല്ലാണ്ട് ഇങ്ങനെ കുഴയണ മാതിരി ചോറ് ഭഗവാന് കൊടുക്കരുത്. പിന്നെ അതിൻ്റെ ഒപ്പം തന്നെ അർഘ്യം കൊടുക്കണം. കൂവളത്തിൻ്റെ പഴം കൊടുക്കാം, ഭഗവാന് വലിയ ഇഷ്ടമാണ്. കൂവളക്കായ, പഴുത്ത കൂവളക്കായ ഭഗവാന് ശ്രീഫലം എന്നാണ് അതിൻ്റെ പേര് തന്നെ. മഹാലക്ഷ്മിയാണ് കൂവളം, അതുകൊണ്ട് ശ്രീഫലം എന്നാണ് കൂവളക്കായുടെ പേര്. അപ്പോൾ അത് കൊടുക്കണം. കമ്പൽസറി ആയിട്ടും അമ്മയോട് കൂടിയിട്ടുള്ള രാത്രി ആയതുകൊണ്ട് താമ്പൂലം കൊടുത്തിരിക്കണം. വെറ്റിലി അടയ്ക്കും കൊടുത്തിരിക്കണം. ചുണ്ണാമ്പ് കൊടുക്കരുത്, വെറ്റിലി അടയ്ക്കും കൊടുക്കാം. ഇത്രയും സാധനങ്ങൾ കൊടുക്കാം. നമസ്കരിക്കണം, ധ്യാനിക്കണം, കുറച്ച് നേരം ഗുരു മന്ത്രജപം ഇതൊക്കെ ഉണ്ടാവാം, അല്ലെങ്കിൽ പഞ്ചാക്ഷരം ജപിക്കാം. പിന്നെ മുദ്ര അറിയുമെങ്കിൽ ധേനുമുദ്ര കാണിച്ചിട്ട് ജലം കൊടുക്കുക, അതൊക്കെ ഉണ്ട്. അങ്ങനെ അനവധി ആ ചിട്ടകളൊക്കെ ഒരുപാടുണ്ട്. 5 പേർക്കെങ്കിലും ഭക്ഷണം കൊടുത്തിരിക്കണം. യാമം തീരുന്നത് വരെ മഹോത്സവം ആഘോഷിക്കണം എന്നാണ് പറയണത്. പിന്നെ പൂജാഫലം ഭഗവാന് നേദിച്ചിട്ട് ആ പാർത്ഥിവലിംഗത്തിനെ വിസർജിച്ച് കളയണം. വെള്ളത്തിൽ കൊണ്ടുപോയിട്ട് അപ്പം തന്നെ കളയണം. 2-ാം യാമത്തിൽ പുതിയ ശിവലിംഗം ഉണ്ടാക്കണം. 2-ാം യാമത്തിൽ പുതിയ ശിവലിംഗം ഉണ്ടാക്കണം. 2-ാം യാമത്തിൽ പുതിയ ശിവലിംഗം ഉണ്ടാക്കിയിട്ട് വീണ്ടും സങ്കല്പം ചെയ്യണം. ഒരിക്കൽ മാത്രം സങ്കല്പം ചെയ്തിട്ടും വേണമെങ്കിൽ ചെയ്യാം, തെറ്റില്ല. പക്ഷേ ഓരോ യാമത്തിൽ സങ്കല്പം ചെയ്താൽ അത്രയും വിശേഷം എന്ന് സൂതൻ ഇവിടെ പറയണു. ഇത് മഹാദേവൻ പറഞ്ഞു കൊടുക്കുന്നതായിട്ടാണ്, വിഷ്ണുവിന് പറഞ്ഞു കൊടുക്കുന്നതായിട്ടാണ് ശിവപുരാണത്തിൽ പറയുന്നത്. എന്നിട്ട് പറയണ്, കഴിഞ്ഞ യാമത്തിൽ എത്ര തവണ അർച്ചിച്ചോ 11 പ്രാവശ്യം അർച്ചിച്ചാൽ ഈ യാമത്തിൽ 22 പ്രാവശ്യം അർച്ചിക്കണം. ഞാൻ എന്തിനാത് പറഞ്ഞതെന്ന് വെച്ചാൽ, നിങ്ങൾ ചാടിക്കിട്ട് ഞാൻ നിങ്ങളോട് ചോദിക്കണം, നിങ്ങൾ ആദ്യ യാമത്തിൽ എത്ര തവണ അർച്ചിക്കും? 1000 പ്രാവശ്യം അർച്ചിക്കുക ശരത്തെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2-ാമത്തെ യാമത്തിൽ 2000 തവണ അർച്ചിക്കണം. 3-ാമത്തെ യാമത്തിൽ 4000 അർച്ചിക്കണം. 4-ാമത്തെ യാമത്തിൽ എത്തുമ്പോൾ 8000 ആവും അല്ലേ? അപ്പോൾ പണി കിട്ടും. അതുകൊണ്ട് ഞാൻ ആദ്യമേ പറഞ്ഞാൽ, ആദ്യത്തെ യാമം നിങ്ങളൊരു 11 അർച്ചിച്ചാൽ നിങ്ങൾക്ക് 2-ാമത്തെ യാമത്തിൽ 22 പിന്നെ 44 അത് കഴിഞ്ഞ് ഒരു 88 അർച്ചിച്ച് രക്ഷപ്പെടാം. അപ്പോൾ ഇവിടെ പറയണത് പൂർവ്വയാമത്തിനേക്കാളും ഇരട്ടി മന്ത്രം കൊണ്ട് പൂജിക്കണം എന്നാണ്. പിന്നെ ഭഗവാന് പൂവ് മാത്രമല്ല, ഭഗവാനെ എള്ള് ഭഗവാനെ അർച്ചിക്കാം. ശിവലിംഗത്തിൻ്റെ മുകളിൽ കറുത്ത എള്ള്, തിലം എള്ള് വളരെ ഇഷ്ടമാണ്. പിതൃക്കൾക്കും വളരെ ഗുണം ചെയ്യും അങ്ങനെ അർച്ചിക്കണത്. പിന്നെ യവം, ബാർലി വളരെ ഇഷ്ടമാണ്. അതേപോലെ നല്ല താമരപ്പൂ, വെള്ളത്താമരയാണ് ഏറ്റവും ഇഷ്ടം. ചുവന്ന താമരയാണെങ്കിലും കുഴപ്പമൊന്നുമില്ല, വെള്ളത്താമര ഏറ്റവും ഇഷ്ടം. പിന്നെ വില്ലുപത്രം കൊണ്ട് യഥേഷ്ടം ഭഗവാനെ തൃപ്തിപ്പെടുത്തണവരെ അർച്ചന കൊടുക്കണം എന്നാണ്. പിന്നെ ഈ നേദ്യമായിട്ട് പായസമാണ്. നേദ്യം ആ സമയത്ത് 2-ാം യാമത്തിൽ പായസം. അത് കഴിഞ്ഞ് അതിന് ശേഷമുള്ള മന്ത്രജപം കഴിഞ്ഞ യാമത്തിൽ ചെയ്തതിൻ്റെ ഇരട്ടി വേണം. 108 ചെല്ലിയ ഇപ്പോൾ അതിൻ്റെ ഇരട്ടിയായിട്ട് 216 ചെല്ലിയിരിക്കണം. കൂടാനും പാടില്ല. എന്ത് ചെയ്തോ അതിൻ്റെ ഇരട്ടി. അപ്പോൾ അതുകൊണ്ട് നമഃശിവായ കഴിഞ്ഞു. 2-ാമത്തെ യാമത്തിൽ നമഃശിവായ കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് 3-ാമത്തെ യാമത്തിൽ നമഃശിവായ കഴിഞ്ഞു. ഇങ്ങനെ ചെല്ലണമെന്നല്ല ഞാൻ പറഞ്ഞത്, ഇങ്ങനെ ഇതാണ് അതിൻ്റെ നിയമം എന്ന് പറയുന്നത്. പിന്നെ 3-ാം യാമം വരുമ്പോൾ വീണ്ടും അതിൻ്റെ അവസാനത്തിൽ 2-ാം യാമം അവസാനത്തിൽ ശിവലിംഗം വിസർജിക്കണം. വെച്ചിട്ടുള്ള ശിവലിംഗങ്ങളെടുത്ത് വലിച്ചു കളയണ്ട കേട്ടോ.
അത് അതിൽ തന്നെ ഇരുന്നാൽ മതി. പക്ഷെ ഭഗവാനെ പറഞ്ഞയച്ച് വീണ്ടും വായിക്കണം, ഉദ്വസിച്ച് തിരിച്ച് വീണ്ടും ഒന്നേന്ന് തുടങ്ങി ചെയ്യണം എന്നാണ് ഓരോ യാമത്തിലും. ഒരിക്കലും ഭഗവാനെ അവിടെ അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഇരുത്തരുത്. ഓരോ തവണയും പൂജ ആവർത്തിക്കണം. എന്നിട്ട് മൂന്നാമത്തെ യാമത്തിൽ മുൻപത്തെ പോലെ തന്നെ പൂജിക്കണം. യവത്തിന് പകരം ഇപ്പോൾ വീഴ്ത്തേണ്ട ഗോതമ്പ. പുഷ്പങ്ങൾ ആ സമയത്ത് മൂന്നാമത്തെ യാമത്തിൽ എരിക്ക് മാത്രമേ പാടൂ, വേറെ ഒന്നും പാടില്ല. എരിക്ക് പൂവേ പാടുള്ളൂ എന്നാണ്. പിന്നെ ധൂപങ്ങൾ ധാരാളം വേണം. മൂന്നാം യാമത്തിൽ അനവധി വിളക്കുകൾ കത്തിച്ച് വയ്ക്കാം, ഈ ചരാതുകളും ഇതൊക്കെ കത്തിച്ച് വയ്ക്കാം. ഭഗവാന് അപ്പം, ചീരക്കറി ഇത് നേദിക്കണം, ഇലക്കറികൾ നേദിക്കണം ആ സമയത്ത്. മൂന്നാമത്തെ യാമത്തിൽ ഭഗവാന് ഇലക്കറികൾ വളരെ, എന്തിനാ ഇലക്കറി ഇരുമ്പിൻ്റെ സത്ത് എന്നുള്ള സങ്കല്പത്തിൽ ഈ ഇലക്കറികൾ കൊടുക്കുന്നത്. ഇതിനൊക്കെ കാരണങ്ങളുണ്ട്. ഗ്രഹങ്ങളെ, നമ്മുടെ പല ഗ്രഹപ്പഴകളും നീക്കാൻ വേണ്ടിയുള്ള കളികളാണ് അതൊക്കെ. ആചാര്യന്മാർ നന്നായി ആലോചിച്ചിട്ടാണ് ഈ നേദ്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പം അപ്പം കൊടുക്കാം, ഇലക്കറികളും കൊടുക്കാം. മാതളത്തിൻ്റെ പഴം കഴിഞ്ഞ ഇതിൽ നമ്മൾ നാരങ്ങയാണ് കൊടുക്കേണ്ടത്. അർഘ്യം കൊടുക്കുമ്പോൾ ഒരു നാരങ്ങ കഴിഞ്ഞ തവണ കൊടുത്തെങ്കിൽ ഇപ്പം 2 മാതളം കൊടുക്കണം. അതായത് കഴിഞ്ഞ തവണ കൊടുത്ത പഴത്തിൻ്റെ ഇരട്ടി ക്വാണ്ടിറ്റി ഏത് പഴമോ അത് കൊടുത്തിരിക്കണം. ഇങ്ങനെയാണ്. ഇത് ഞാൻ നിങ്ങൾക്കൊരു രസത്തിന് പറഞ്ഞു തരാം കേട്ടോ, അല്ലാണ്ട് ഇതൊന്നും ഇപ്പോൾ കേട്ടിട്ട് മുഴുവൻ ആവർത്തിക്കാനൊന്നും നിൽക്കണ്ട. പിന്നെ ദക്ഷിണയോട് കൂടിയിട്ട് ആ നേരത്തും അന്നദാനം ചെയ്യണം. ആരെങ്കിലും വിളിച്ചിരുത്തണം. അപ്പോഴേക്കും മണി കുറച്ചാവുമല്ലോ, എന്നാലും ഭക്ഷണം കൊടുക്കണം. പിന്നെ കഴിഞ്ഞ യാമത്തിൽ ചെയ്തതിൻ്റെ ഇരട്ടി ജപം ഇപ്പം ചെയ്യണം. യാമം തീരുന്നത് വരെ ഉത്സവാഘോഷം ഉണ്ടാവണം. മേളോ കൊട്ടോ പാട്ടോ എന്താ വെച്ചാൽ അവിടെ ഉണ്ടായിരിക്കണം. അത് കഴിഞ്ഞ് 4ാമത്തെ യാമങ്ങൾ വരുമ്പോൾ വീണ്ടും പുതിയ ശിവലിംഗം നിർമ്മിച്ച് ഈ ഭഗവാനെ ആവാഹിച്ചൊക്കെ ഇരുത്തി പ്രയോഗങ്ങളൊക്കെ ചെയ്തിട്ട് അപ്പോൾ ഉഴുന്ന്, തിന, മുതങ്കം അതായത് ചെറുപയർ, ഇത്രയും സാധനങ്ങൾ, അതുമല്ലെങ്കിൽ 7 ധാന്യങ്ങൾ കൊണ്ട് ഭഗവാനെ പൂജിക്കണം. ആ സമയത്ത് അദ്ദേഹത്തിന് പുഷ്പങ്ങൾ വേണ്ടത് വില്വപത്രവും ശംഖുപുഷ്പവും. നീലശംഖുപുഷ്പവും വില്വപത്രവും കൊണ്ടാണ് അത്ര അവസാനത്തെ യാമത്തിൽ ഭഗവാനെ പൂജിക്കേണ്ടത്. മാത്രമല്ല അദ്ദേഹത്തിന് ആ സമയത്ത് ധാരാളം മധുരപലഹാരങ്ങൾ നേദിക്കണം. ലഡ്ഡു, ജിലേബി, മൈസൂർ പാവൊക്കെ തുടങ്ങിയിട്ട് നല്ല കഴിവത് ഇനിയിപ്പോൾ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുകയാണെങ്കിൽ ഏറ്റവും നല്ലതാണ് ബേക്കറിയിൽ നിന്നൊക്കെ വാങ്ങണേനെക്കാട്ടിലും. അപ്പോൾ അത് നേദിക്കുക. ഇനി അതും പറ്റിയില്ലെങ്കിൽ ഉഴുന്ന് വേവിച്ച് ചോറ് പോലാക്കുക. ഉഴുന്നിൻ്റെ ചോറ്, ഉഴുന്നിനെ ആവി കയറ്റി വേവിച്ചിട്ട് ചോറ് പോലാക്കിയിട്ട് അത് നേദിക്കുക എന്നാണ് പറഞ്ഞത്. ഈ ഉഴുന്ന് എപ്പോഴും പ്രത്യുൽപാദനമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു ധാന്യമാണ്. നമ്മൾ കലശം നടത്തുമ്പോഴൊക്കെ അത് പ്രത്യേകമായിട്ട് വരും. അപ്പോൾ ഈ കുഞ്ഞുങ്ങളില്ലാത്തവർക്ക് ഫെർട്ടിലിറ്റിയായിട്ട് ബന്ധപ്പെട്ടിട്ട് അതിൻ്റെ പരിഹാരത്തിനാണ് ഈ ഉഴുന്നിൻ്റെ പ്രയോഗങ്ങളൊക്കെ ഉണ്ടാവുക. അപ്പോൾ ഉഴുന്നിൻ്റെ ചോറ് നേദ്യമായിട്ട് സമർപ്പിക്കുക. അർഘ്യം കൊടുക്കേണ്ടത് കദളിപ്പഴം കൊണ്ടാണ്. അപ്പോൾ നാരങ്ങ 1 കൊടുത്തെങ്കിൽ മാതളം 2 ഉണ്ടെങ്കിൽ ഇവിടെ ഇതിപ്പോൾ 4ാമത്തെ യാമായി. ആദ്യത്തെ അർഘ്യം എന്തായിരുന്നു എന്ന് എനിക്ക് മറന്നുപോയി. അപ്പം അത് നോക്കുക തന്നെ വേണം, അത് തപ്പി കണ്ടുപിടിക്കണം ഇനി. അപ്പോൾ ഇതിൽ അതിൻ്റെ ഇരട്ടിക്ക് കൊടുക്കണം. നമ്മൾ ഒരു ചീർപ്പ് കദളിപ്പഴം ഉണ്ടെങ്കിൽ ആ ഒരു ചീർപ്പ് വെക്കരുതെന്ന്. കഴിഞ്ഞ യാമത്തിൽ നമ്മൾ കൊടുത്തത് 4 ആണെങ്കിൽ ഇപ്പോൾ 8 പാടുള്ളൂ. 12 വെക്കരുത്, 9 പോലും വെക്കരുത്. അതാണ് ഞാൻ പറഞ്ഞത്. ഞാൻ 1-ാം ദിവസവും 2-ാം ദിവസവും പറഞ്ഞു, മഹാദേവൻ ചിട്ടയുടെ ആളാണ്. ചിട്ട, അച്ചടക്കം, ഒരു സാധനം വേസ്റ്റാക്കാതിരിക്കുക, അതൊക്കെ ഭഗവാന്റെ പ്രത്യേകതകളാണ്. അപ്പം അങ്ങനെ ഭഗവാന് കൊടുക്കണം. യാമം തീരുന്നത് വരെ ഗീതവാദ്യ നൃത്യാദികളാൽ സമയം കഴിക്കണം എന്നാണ്. ഗീതവും വാദ്യവും നൃത്തവും കൊണ്ട് ഭഗവാനെ സംബന്ധിച്ചിട്ടുള്ള ഭഗവാനെ കേൾപ്പിക്കണം എന്നാണ്. ഉദയമായിട്ട് കഴിഞ്ഞാൽ വീണ്ടും കുളിച്ചിട്ട് നിത്യകർമ്മം ചെയ്തിട്ട് അന്നത്തെ സാധാരണയുള്ള ജപങ്ങളൊക്കെ തീർക്കണം. നമുക്കിപ്പോൾ കുലദേവതയൊക്കെ ഉണ്ടെങ്കിൽ ആ ദേവിക്കൊക്കെ പൂജ കൊടുക്കണ്ടേ, അതൊക്കെ ചെയ്ത് നിത്യകർമ്മം, വീട്ടിൽ ഭക്ഷണമൊക്കെ വയ്ക്കുക, വല്ല കുട്ടികൾ സ്കൂളൊക്കെ പോകണമെങ്കിൽ അവർക്ക് വേണ്ടൊക്കെ ചെയ്ത് കൊടുക്കുക, അതൊക്കെ ചെയ്യണം. അങ്ങനെയൊക്കെ ചെയ്തതിന് ശേഷം വീണ്ടും ശിവനെ പൂജിക്കണം, ഭഗവാനെ വീണ്ടും പൂജിക്കണം. ആ സമയത്ത് ആരെന്ത് ചോദിച്ചു വന്നാലും കഴിക്കാനാണെങ്കിലും ഉടുക്കാനാണെങ്കിലും ഒക്കെ ദാനം കൊടുക്കണം, ഭക്ഷണ വസ്തുക്കൾ കൊടുക്കണം. പിന്നെ ശങ്കരനെ നമസ്കരിച്ചിട്ട് വിശേഷമായിട്ട് പുഷ്പാഞ്ജലി ചെയ്യണം. എന്നിട്ട് ഭഗവാനോട് പറയണം, ഭഗവാനെ, ഞാൻ അങ്ങയിൽ അലിഞ്ഞ മനസ്സോടുകൂടിയവനായിട്ട് മാറി ഇന്നലെ ഒരു രാത്രിത്തെ വ്രതം കൊണ്ട് എന്ന് പറഞ്ഞിട്ട് അറിയാതെയോ അറിഞ്ഞിട്ടോ എൻ്റെ അശ്രദ്ധ കൊണ്ടോ അലസത കൊണ്ടോ അഹങ്കാരം കൊണ്ടോ അറിവില്ലായ്മ കൊണ്ടോ ഭഗവാനെ ഞാൻ പറഞ്ഞതോ പ്രവർത്തിച്ചിട്ടുള്ളതായിട്ടുള്ള എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിനെ ക്ഷമിച്ച് പ്രസാദിക്കണേ, എൻ്റെ
പൂജയെ സ്വീകരിച്ച് മനസ്സ് നിറഞ്ഞ് സന്തോഷിക്കണേ ഭഗവാനേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കണം നമ്മൾ. എന്നിട്ട് ഞാൻ ആചരിച്ച ആ ഉപവാസം കൊണ്ട് പ്രീതനായാലും എൻ്റെ കുലത്തിൽ എന്നും ശിവേ ഭക്തിർ ശിവേ ഭക്തിർ ശിവേ ഭക്തിർ ഭവേ ഭവേ എന്ന് പറയണത്രേ. അതായത് എൻ്റെ കുലത്തിൽ എപ്പോഴും ശിവഭക്തി ഉണ്ടാവണേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കണം. അങ്ങനെ പ്രാർത്ഥിച്ചിട്ട് അങ്ങ് പരദേവത അല്ലാതിരിക്കുന്ന ഒരു കുടുംബത്തിൽ ഇനി ഞാൻ പോയി ജനിക്കാതിരിക്കണേ എന്നും കൂടെ പ്രാർത്ഥിക്കണം എന്നാണ് പ്രാർത്ഥനയുടെ മന്ത്രത്തിൽ എഴുതി വച്ചിരിക്കുന്നത്. അങ്ങനെ വ്രതം നോക്കുന്നവരിൽ ഭഗവാൻ പ്രസാദിക്കും, എല്ലാ ദുഃഖത്തെയും ഇല്ലാതാക്കും എന്നൊക്കെ പറഞ്ഞിട്ട് സൂതൻ ഇങ്ങനെ അവസാനിപ്പിക്കുകയാണ് ഇതിനെ. അത് ആ ഏവം വ്രതം കൃതം യേന തസ്മാത് ദൂരോ ഹരോ നഹി ന ശക്യതേ ഫലം വക്തും നാദേയം വിദ്യതേ മമ. ഭഗവാൻ ആ മഹാവിഷ്ണുവിനെ പറഞ്ഞ് അവസാനിപ്പിക്കുന്ന ഭാഗത്തെ ആ ക്ഷമാപണ ഭാഗം കൂടെ ഞാൻ പറയാം. ആ പുഷ്പാഞ്ജലി തൊട്ടുള്ള ഭാഗത്ത് അത് വരുന്നത്. ശങ്കരായ നമസ്കൃത്യ പുഷ്പാഞ്ജലിമഥാചരേത് പ്രാധേയൽ സ്തുതിം കൃത്വാ മന്ത്രൈരതേർവിചദ്യണ താവകസ്ത്വദ്ഗടപ്രാണ സത്വച്ചിത്തോഹം സദാമൃഢ കൃപാനിധേ ഇതി ജ്ഞാത്വാ യഥായോഗ്യം തഥാ ഗുരു അജ്ഞാനാദ്യദിവാജ്ഞാന ജപപൂജാദികം മയാ കൃപാനിധിത്വാജ്ഞാത്വൈവ ഭൂതനാഥ പ്രസീദമേ ഉപവാസവസാനേ യജ്ഞാതം ഫലമേവ ച തേനൈവ പ്രീയതാം ദേവ ശങ്കര സുഖദായക. അത് കഴിഞ്ഞിട്ടാണ് കുലത്തിൽ ജനിക്കണ പ്രാർത്ഥന പറഞ്ഞത്. കുലത്തിൽ ശിവഭക്തർ മാത്രം ഉണ്ടാവണം, അല്ലെങ്കിൽ ശിവഭക്തി എപ്പോഴും കുലത്തിൽ ഉണ്ടാവണം എന്ന് പ്രാർത്ഥിക്കണം. കുലേ മമ മഹാദേവ ഭജനം തേ സ്തു സർവദാ മാ ഭൂതസ്യ കുലേ ജന്മ യത്ര ത്വം നഹി ദേവത. ഇത് മന്ത്രമായിട്ട് ചെല്ലാറുണ്ട് പൂജയിൽ. ഈ ശിവപുരാണത്തിൽ ഈ ഭാഗം മന്ത്രമായിട്ട് ചെല്ലാറുണ്ട്. എന്താണെങ്കിലും ഭഗവാൻ ഇത്രയും പറഞ്ഞു കൊടുത്തിട്ട് അപ്രത്യക്ഷനായി എന്നാണ് പറയണത്. ഇങ്ങനെ ശിവപൂജാവിധി, ശിവരാത്രിയുടെ ശിവപൂജാവിധി കേട്ട മഹാവിഷ്ണു തിരിച്ച് വൈകുണ്ഠത്തിലേക്കും പോയി എന്ന് പറയാണ്. അപ്പോൾ ഇവിടെ ആ ശിവരാത്രിയുടെ വ്രതത്തിനെ കുറച്ചുകൂടെ, പൂജയാണ് ഇപ്പോൾ ഇത്ര നേരം പറഞ്ഞത്, ഇനി വ്രതത്തിനെ ഒന്ന് വർണ്ണിക്കുന്നുണ്ട്. അതെങ്ങനെയാണെന്ന് വെച്ചാൽ ആ വിധിയനുസരിച്ച് വ്രതമനുഷ്ഠിച്ചാലേ പൂർണ്ണമാവുള്ളൂ എന്നാണ് പറയണത് സൂതൻ. ഞാനിപ്പോൾ ഇവിടെ പറയാൻ പോണ കേട്ടിട്ട് നിങ്ങളാരും പേടിച്ചൊന്നും വേണ്ട, അയ്യോ ഇത്ര കാലം നോറ്റോന്ന് ശിവരാത്രി അല്ല അല്ലേ എന്ന് ചോദിക്കരുത്. ഇപ്പോൾ ഞാൻ ശബരിമല യാത്ര എന്ന് പറഞ്ഞിട്ട് 2 വീഡിയോ ചെയ്തു കഴിഞ്ഞതിൻ്റെ മുമ്പത്തെ കൊല്ലം മണ്ഡലകാലത്ത്. അത് കേട്ടിട്ട് എനിക്ക് വന്ന മെസ്സേജുകൾ വിടും, ഗുരുവായൂരപ്പ ഇതുവരെ ഞങ്ങളപ്പോൾ ശബരിമല പോയിട്ടില്ല അല്ലേ എന്ന് ചോദിച്ചേ. കാരണം അതുപോലെയാണ് ശബരിമല യാത്രയുടെ ശരിക്കുള്ള ചിട്ടകൾ, പണ്ടത്തെ പഴയ ചിട്ടകളുടെ കണക്കും അതെന്തുകൊണ്ട് അങ്ങനെയൊന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിൽ. ഞാൻ പറഞ്ഞാണ് ഇതൊന്നും കേട്ടിട്ട് നിങ്ങൾ പേടിക്കേണ്ടതെന്ന്. പക്ഷെ എന്നാലും ആൾക്കാർ ഇതുവരെ അപ്പോൾ ഞങ്ങൾ ശബരിമലയിൽ പോയിട്ടില്ല അല്ലേ എന്നാണ് ചോദിച്ചത്. അപ്പോൾ അതേപോലെ ശിവരാത്രിയുടെ വ്രതം ഇനി അനുഷ്ഠിച്ചിട്ടില്ല അല്ലേ എന്ന് ചോദിക്കണ്ട. 14 വർഷക്കാലം ശുഭമായിട്ടുള്ള ശിവരാത്രി വ്രതം അനുഷ്ഠിക്കണം. 14 വർഷങ്ങളായിട്ട് അതിനാണ് കാലം കൂട്ടുക പറയും. ഏകാദശി കാലം കൂട്ടും 12 കൊല്ലം എടുത്തിട്ട് ഉദ്യാപനം ചെയ്യുക എന്ന് പറയും. രുദ്രാഭിഷേകം 11 കൊല്ലം ചെയ്തിട്ട് നമുക്ക് ഉദ്യാപനം ചെയ്യാം. ശിവരാത്രിക്ക് 14 വർഷക്കാലം നമ്മൾ ശിവരാത്രി വ്രതം എടുക്കണം. മുടങ്ങാതെ 14 കൊല്ലം ചിട്ടയായിട്ട് എടുത്തിട്ട് പിന്നെ നിർത്തിയാലും അതിൻ്റെ ഒരു അക്ഷയഫലം അവിടെ ഉണ്ടാവും എന്നാണ് പറയണത്. എന്നിട്ട് പറയുക അതിൻ്റെ കണക്ക് ഇങ്ങനെയാണ്. അതാണ് ഇവിടെ വളരെ ഇത് വളരെ പ്രധാനപ്പെട്ട നിയമമാണ്. ത്രയോദശിക്ക് ഒരു നേരം ഭക്ഷിക്കുക, ചതുർദശിക്ക് ഉപവാസം അനുഷ്ഠിക്കുക. ശിവരാത്രിയുടെ ദിവസം സദാ വിധിപൂർവം ആ നിത്യകർമാനുഷ്ഠാനത്തിൻ്റെ ശേഷം മഹാദേവനെ അമ്പലത്തിൽ ചെന്നിട്ട്, ശിവാലയത്തിൽ ചെന്നിട്ട് അവിടെ വിധിപ്രകാരം പൂജയൊക്കെ ചെയ്യിപ്പിച്ചിട്ട് 3 ലോകങ്ങളിലും ഈ ഗൗരീതിലക നാമം കൊണ്ട് പ്രസിദ്ധമായിട്ടുള്ളൊരു മണ്ഡലം നിർമ്മിച്ചിട്ട് ഒരു ലിംഗതോഭദ്ര മണ്ഡലം എഴുതണം എന്ന്. അവിടെ യന്ത്രം എഴുതണതിൻ്റെ കാര്യം പറഞ്ഞാൽ ഇതൊന്നും നമുക്കിന്ന് ചെയ്യാൻ പറ്റില്ല. പക്ഷേ ആ ഉപവാസം പറഞ്ഞ കണക്കും അമ്പലത്തിൽ പോയിട്ട് ഭഗവാനെ പ്രാർത്ഥിക്കാൻ പറഞ്ഞ കണക്ക്, പൂജ ചെയ്യിപ്പിക്കാൻ പറഞ്ഞതും നമുക്ക് ചെയ്യാൻ പറ്റും. അത് കഴിഞ്ഞിട്ട് സർവതോഭദ്രം എന്ന് പേരുള്ള മണ്ഡപത്തിൽ ഇതിനെ നിർമ്മിക്കണം എന്നൊക്കെയാണ് പറഞ്ഞത്. സർവതോഭദ്രമൊക്കെ ഒരു ചക്രമാണ്. തന്ത്രം പഠിക്കുന്ന കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ, ആൾക്കാരുണ്ടെങ്കിൽ, പൂജ കഴിക്കുന്നവരുണ്ടെങ്കിൽ അവർക്കറിയാം സർവതോഭദ്രം എന്താണെന്ന്. അപ്പോൾ ഈ സർവതോഭദ്രം മണ്ഡപത്തിൽ ഉണ്ടാക്കിയിട്ട് അതിൽ കുംഭങ്ങൾ വെച്ചിട്ട് ആ കുംഭത്തോട് കൂടിയിട്ട് വസ്ത്രവും ദക്ഷിണ എന്നിവകളൊക്കെ വെക്കണം. മധ്യത്തിൽ സ്വർണം കൊണ്ടുള്ള കുടം തന്നെ വേണമെന്നൊക്കെയാണ്. അങ്ങനെ
വിസ്തരിച്ചിട്ടുള്ളൊരു പൂജ പറയണ്. ഇനി ഇതിൽ നമുക്ക് എടുക്കാവുന്നൊരു കാര്യം എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവിടെ ഭഗവാന്റെ വിഗ്രഹത്തെ വെക്കണം. ഇടത്ത് വശത്ത് പാർവതിയുടെ വിഗ്രഹത്തിനെയും വെക്കണം, വലതുവശത്ത് പരമശിവൻ്റെ വിഗ്രഹത്തിനെയും വെച്ചിട്ട് രാത്രിയിൽ പൂജ ചെയ്യാം. അതായത് ലിംഗപൂജയല്ലാതെ വിഗ്രഹമായിട്ട് പൂജിക്കാം എന്നവിടെ വന്നു. അപ്പോൾ നമുക്ക് ശിവൻ്റെയും പാർവതിയും ചെറിയ വിഗ്രഹങ്ങളുണ്ടെങ്കിൽ ശരിക്കും ലൗകികമായിട്ടുള്ള നമ്മുടെ ആഗ്രഹങ്ങൾ സാധിപ്പിക്കാൻ വിഗ്രഹത്തിൽ പൂജിക്കുകയാണ് ശിവനെയും നല്ലത്. ലിംഗപൂജ മോക്ഷത്തിനാണ്. ക്ഷേത്രങ്ങളിൽ ലിംഗങ്ങൾ ഉണ്ടെന്നുള്ളതുകൊണ്ട് നമ്മൾ അതിന് പ്രാധാന്യം കൊടുക്കുന്നു, അത് ഏറ്റവും ഉയർന്ന പൂജയാണ്. പക്ഷേ എഴുന്നള്ളിക്കണ വിഗ്രഹം ശിവലിംഗമല്ലല്ലോ. എഴുന്നള്ളിക്കണ വിഗ്രഹം ശിവലിംഗമായിട്ടൊരു ക്ഷേത്രമുണ്ട്. എവിടെയാ? കേരളത്തിൽ. ഇവിടെയൊക്കെ ഭഗവാൻ രൂപമാണ്. ഇപ്പോൾ എഴുന്നള്ളിക്കണം, നമ്മൾ ശിവേലിക്ക് ഇറക്കണ ബിംബം കൈ പിടിച്ചിട്ട് ശിവേലിക്ക് ഉണ്ടെങ്കിൽ ശിവേലി ബിംബം എന്ന് പറയും. നമ്മൾ ഉത്സവത്തിനാണെങ്കിൽ ഇറക്കും. അങ്ങനെ ബിംബം ഉണ്ടെങ്കിൽ, അങ്ങനെ ഒരു ബിംബം ഉള്ളതൊക്കെ ശിവന് എല്ലാ സ്ഥലത്തും രൂപമായിരിക്കും. വടക്കനാലിലാണെങ്കിലും ഏറ്റുമാനൂരാണെങ്കിലും ഒക്കെ രൂപമാണ്. ശിവലിംഗം ശിവേലി ബിംബമായിട്ട് ഒരു ക്ഷേത്രമുണ്ട് കേരളത്തിൽ. ഇവിടെ പല ആൾക്കാരും അവിടെ പോണു, തൊഴാൻ പോണു എന്നൊക്കെ പറയുന്നുണ്ട് എൻ്റെ അടുത്ത്. പക്ഷെ ആരും ശ്രദ്ധിച്ചിട്ടില്ല. കൊട്ടിയൂർ ക്ഷേത്രത്തിൽ ശിവലിംഗമാണ് ശിവേലി ബിംബം. അപ്പം ഇവിടെ വിഗ്രഹം വെച്ച് പൂജിക്കാം. പരിശുദ്ധനായിട്ടുള്ള ആചാര്യനെ ഋത്വിക്കുകളോട്ടി വരിച്ച് ശരിക്കും യജ്ഞത്തിന് നമ്മൾ ചെയ്യണ പോലെ തന്നെ ആചാര്യൻ്റെ സമ്മതപ്രകാരം ശിവപൂജ ചെയ്യണം. എല്ലാ യാമങ്ങളും പൂജ ചെയ്യണം. രാത്രി ഉറങ്ങരുത്. വിധി പോലെ നേരത്തെ പറഞ്ഞു തന്ന പോലെ പൂജിച്ചിട്ട് അധികാലത്ത് വീണ്ടും പൂജിക്കണം. പറ്റുമെങ്കിൽ ശിവരാത്രി കഴിഞ്ഞ് പിറ്റേന്ന് രാവിലെ ഒരു ഹോമവും ചെയ്യണം. യഥാശക്തി ഈ ദക്ഷിണ ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് ഈ കുംഭത്തോടു കൂടിയിട്ട് അതുമാതിരി ഈ വിഗ്രഹങ്ങൾ ഇതൊക്കെ ദാനം ചെയ്യണം. ആചാര്യന് തന്നെ കൊടുക്കണം എന്നാണ്. അത് ആരാണോ കാർമ്മികത്വത്തിന് വന്ന് അവർക്ക് കൊടുക്കണം എന്നാണ്. പക്ഷേ അപ്പോൾ ഈ വിഗ്രഹം ഉണ്ടാക്കേണ്ട മെറ്റീരിയൽ എന്താണെന്ന് ചോദിച്ചാലാണ് ഞെട്ടുക. അരപ്പലം സ്വർണത്തിലാണ് ഉണ്ടാക്കേണ്ടത്. അന്നത്തെ കണക്കാ. അങ്ങനെ ഭഗവാന്റെ അടുത്ത് അവസാനം ഈ വ്രതത്തിൽ ഭഗവാനെ എന്നോട് കൃപ ചൊരിയണം എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ച് അതിൻ്റെ പാരണ വീട്ടി അത് അവസാനിപ്പിക്കണം എന്നാണ്. പരമാത്മാവായിട്ടുള്ള പരമശിവന് പുഷ്പാഞ്ജലി ചെയ്ത് ദണ്ഡനമസ്കാരം ചെയ്തിട്ട് പ്രാർത്ഥന നടത്തണം. ഇങ്ങനെ പുഷ്പാഞ്ജലിയോട് കൂടിയിട്ട് എത്ര വ്രതം അവസാനിപ്പിക്കാൻ പാടുള്ളൂ പിറ്റേ ദിവസം. എന്നിട്ട് അന്ന് പകൽ കിടന്നുറങ്ങാനും പാടില്ല. അന്ന് രാത്രി ഉറങ്ങാവും. ഇങ്ങനെയൊക്കെ ഇരിക്കണം. ഇങ്ങനെ നമ്മളെ കണ്ണിലൊക്കെ ഈർക്കലിയൊക്കെ കുത്തിയിട്ടൊക്കെ ഇരിക്കില്ലേ, അതുപോലെ ഈർക്കലിയൊക്കെ കുത്തി വെച്ചിട്ട് കണ്ണടയാതെ ഇരിക്കുക. അപ്പോൾ അങ്ങനെ ഇരിക്കണം എന്നാണ് പറയുന്നത്. അത്രയ്ക്കും കഷ്ടമാണ് ശരിക്കും ശിവരാത്രി വ്രതം. എന്താ വ്രതം കൊണ്ട് ചെയ്യണം? നമ്മുടെ ഇന്ദ്രിയങ്ങളെയൊക്കെ നമ്മൾ കീഴടക്കി, നമ്മൾ സാധാരണയുള്ള ക്ഷുൽപിപാസകളെയൊക്കെ, ദാഹം, വിശപ്പ്, ഉറക്കം, നമ്മുടെ സ്ഥിരം വേണ്ടതിനെയൊക്കെ മെരുക്കിയെടുക്കുമ്പോൾ നമ്മുടെ മനസ്സിന് പവർ കൂടും. എല്ലാ വ്രതങ്ങളുടെയും ഉദ്ദേശം മനഃശക്തി വർദ്ധിപ്പിക്കുക എന്നുള്ളതാണെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. അങ്ങനെ ഭഗവാൻ ഈ ശിവരാത്രികളുടെ വിധിയൊക്കെ ഈ പറഞ്ഞതിന് ശേഷം ശിവരാത്രി വ്രതം അനുഷ്ഠിച്ച ഒരു വേടൻ്റെ കഥ പറയുന്നു. ആ കഥയാണ് ഇനി നമുക്ക് കേൾക്കാനുള്ളത്. പണ്ടൊരിക്കൽ ഒരു വേടൻ ഒരു കാട്ടിലുണ്ടായിരുന്നു. വളരെ ക്രൂരകർമ്മിയായിരുന്നു. ഇത് പ്രസിദ്ധമായിട്ടുള്ള കഥയാണ്. എല്ലാവർക്കും ശിവരാത്രി വ്രതമായിട്ട് ബന്ധപ്പെട്ടിട്ട് അറിയുന്നൊരു കഥയാണ്. അവൻ യാതൊരു സൽക്കർമ്മങ്ങളും ചെയ്തിരുന്നില്ല. അങ്ങനെ ഇരിക്കെ ഒരു ശിവരാത്രി വന്നു ചേർന്നു. എന്നാൽ അവനത് ശിവരാത്രിയാണെന്നൊന്നുമില്ല, അവൻ എല്ലാ രാത്രിയും ശിവരാത്രിയാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ അവൻ രാത്രി ഉറക്കൊഴിച്ചിരുന്നിട്ടാണ്. മൃഗങ്ങൾ രാത്രിയാണല്ലോ ഇര പിടിക്കാൻ ഇറങ്ങുക. അപ്പോൾ അവൻ അമ്പും വില്ലൊക്കെ ആയിട്ട് അവനിരിക്കും. അങ്ങനെ അവൻ്റെ അച്ഛനമ്മമാരും ഭാര്യയൊക്കെ വിശപ്പ് സഹിക്കാൻ പറ്റാണ്ട് അവൻ്റെ അടുത്ത് ഭക്ഷണം വേണം പറഞ്ഞു. കാരണം വീട്ടിലൊന്നുമില്ല കഴിക്കാൻ. ആ ഇരുട്ടത്ത് അവൻ രാത്രി വല്ല മൃഗത്തിനെയും നായാടി പിടിക്കാമെന്ന് പറഞ്ഞിട്ട് അമ്പും വില്ലും ഒക്കെ എടുത്തിട്ട് കാട്ടിപ്പോയി. പകൽ അവസാനിക്കാൻ അധികം സമയം ഉണ്ടായിരുന്നില്ല ശരിക്കും. അവൻ ഇറങ്ങുമ്പോൾ ഇനി ഇരുട്ടായി, ഒന്നും കിട്ടിയില്ല. രാത്രിയിൽ അവൻ ഒരു തടാകത്തിൻ്റെ കരയിലെത്തിയിട്ട് വെള്ളം കുടിക്കാൻ വന്നു. അവിടെ വല്ല മൃഗവും വന്നാൽ വെള്ളം കുടിക്കാനായിട്ട് മൃഗങ്ങൾ വരും രാത്രി, പിടിക്കാമെന്ന് പറഞ്ഞിട്ട് അവൻ അടുത്തുണ്ടായിരുന്ന ഒരു മരത്തിൽ കയറിയിരുന്നു. ആ മരം ഒരു കൂളമരമായിരുന്നു. എന്താണെങ്കിലും രാത്രിയുടെ ഒന്നാമത്തെ യാമത്തിൽ തടാകത്തിൽ വെള്ളം കുടിക്കാൻ ഒരു മാൻ അവിടെ എത്തി. അവൻ അതിനെ അമ്പെയ്യാന്ന് കരുതിയിട്ട് ഇങ്ങനെ ഒരുങ്ങിയപ്പോൾ കയ്യിലുള്ള വെള്ളത്തിൽ നിന്ന് അവൻ കുറച്ച് വെള്ളം തോൽസഞ്ചിയിൽ നിറച്ചിട്ടുണ്ടായിരുന്നു. ആ ഒലച്ചിലിൽ ഈ തോൽസഞ്ചിയിൽ നിന്ന് വെള്ളം തുളുമ്പിയിട്ട് മരത്തിൻ്റെ താഴേക്ക് വീണു. കൂട്ടത്തിലൊരു ഇലയും വീണു. ആ മരച്ചോട്ടിലൊരു ശിവലിംഗം ഉണ്ടായിരുന്നു. ആ ശിവലിംഗത്തിലാണ് ഈ വെള്ളം കുറച്ച് തെറിച്ച് വീണതും
ഒരു ബില്ലുപത്രം വീണത്. അത് കഴിഞ്ഞ് ആ വേടൻ തന്നെ കൊല്ലുകയാണെന്ന് മനസ്സിലാക്കിയപ്പോൾ മാൻ തൻ്റെ മാംസം കൊണ്ട് അവനെ തൃപ്തിപ്പെടുത്താൻ കഴിയുമെങ്കിലും തൻ്റെ കുട്ടികൾ ആശ്രമത്തിലുണ്ടെന്നും അവരെ സഹോദരിയുടെയും ഭർത്താവിൻ്റെയും കൈകളിൽ ഏൽപ്പിച്ചിട്ട് വന്നിട്ട് ഞാൻ നിൻ്റെ അമ്പിനിരയായിക്കോളാമെന്ന് സത്യം ചെയ്തിട്ട് പോയത്രേ. രാത്രിയുടെ 2ാമത്തെ യാമമായപ്പോൾ ഇതേ പ്രകാരം ഒരു മാൻ അവിടെ വെള്ളം കുടിക്കാനെത്തി. അതിനെ അമ്പെയ്യാനുള്ള ശ്രമത്തിലും ഇതേമാതിരി അവൻ്റെ കൈ തട്ടിയിട്ട് ഒരു കൂളത്തിൻ്റെ ഇലയും കയ്യിലുള്ള കുറച്ച് വെള്ളവും താഴത്തെ ശിവലിംഗത്തിൽ വീണു. ആ മാനും ഞാൻ നിൻ്റെ കയ്യാൽ കൊല്ലപ്പെടാൻ തയ്യാറൊക്കെയാണ്, നിൻ്റെ കൈ കൊണ്ട് മരിച്ചാൽ എനിക്ക് എന്താ പറയുക സങ്കടമൊന്നുമില്ല, പക്ഷേ ആശ്രമത്തിലുള്ള കുട്ടികളെ ഭർത്താവിനെ ഏൽപ്പിച്ചിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് ശപഥം ചെയ്തിട്ട് വേടൻ്റെ സമ്മതത്തോടു കൂടി ആശ്രമത്തിലേക്ക് പോയി. നമ്മളാണെങ്കിൽ വന്നെ സമയം കടന്നുപോയി. കുറച്ചു നേരം കഴിഞ്ഞു. രാത്രിയുടെ 3ാമത്തെ യാമായി. മുമ്പ് പോയ 2 മാനും തിരിച്ചു വരുന്ന കാണാതെ വേടൻ അതിനെ തിരഞ്ഞുകൊണ്ട് നിന്നപ്പോൾ തടിച്ചു കൊഴുത്തിട്ടുള്ളൊരു മാനിനെ കണ്ടു. അവൻ വീണ്ടും മുമ്പത്തെ കൂവളമരത്തിൽ തന്നെ ഇരുന്നിട്ട് ആ മാനിനെ അമ്പെയ്യാൻ തുടങ്ങിയപ്പോഴേക്കും ഒരു കൂവളത്തിലെയും കുറച്ച് വെള്ളവും ശിവലിംഗത്തിൽ പതിച്ചു. വേടൻ ഇതേപോലെ തന്നെ മാൻ പറയും, കുട്ടികളെ അവരുടെ അമ്മയെ ഏൽപ്പിച്ചിട്ട് തിരിച്ചു വരാം എന്ന് പറയണം. ഇതൊരു ആൺമാനാണ്. അങ്ങനെ ആ 3 മാനുകളും ഇതേ സമയം ഒരു ദിക്കിൽ ഒത്തുകൂടിയിട്ട് 3 യാമങ്ങളിലും 3 മാനുകളാണല്ലോ വന്ന്. എന്നിട്ട് തിരിച്ചു ചെല്ലാം എന്ന് സത്യം ചെയ്തിട്ടാണ് വന്നത് എന്ന് അന്യോന്യം ധരിപ്പിച്ചു. അവരുടെ കുടുംബത്തിലുള്ളവരെന്നെ ഈ 3 പേരും തിരിച്ചു ചെല്ലാമെന്ന് ഞാൻ സത്യം ചെയ്തിട്ടാണ് വന്നത്. അപ്പോൾ ആദ്യം ഞാൻ പോകാം എന്ന് പറഞ്ഞിട്ട് ഓരോ മാനും വേടൻ്റെ അടുത്തേക്ക് പുറപ്പെട്ടു. അത്രയും സത്യപാലനത്തിന് താല്പര്യമുള്ള ജീവികളാണ് അവർ. അങ്ങനെ മാതാപിതാക്കളെ പോലെ ഞങ്ങൾക്ക് സൽഗതി കിട്ടട്ടെ, ശിവരാത്രി ദിവസം മരിക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ എന്ന് പറഞ്ഞിട്ട് മാൻകുട്ടികളും പുറകെ പോയത്രേ. അങ്ങനെ ഇവരെല്ലാവരും കൂടെ വലിയൊരു മാൻകൂട്ടമായിട്ട് 4ാമത്തെ യാമത്തിൽ ഒരു വലിയ മാൻകൂട്ടം നടന്നു വരണം കണ്ടപ്പോൾ അവൻ വീണ്ടും അമ്പ് വില്ലി തൊടുത്തപ്പോൾ ഇതേപോലെ കൈതട്ടി ശിവലിംഗത്തിലേക്ക് വെള്ളവും ബില്ലുപത്രവും വീണു. ഇങ്ങനെ 4 യാമങ്ങളിലും ആ വേടൻ തൻ്റെ അറിവില്ലാതെ തന്നെ ശിവപൂജ ചെയ്തു. അതുകൊണ്ട് സർവ്വപാപങ്ങളിൽ നിന്ന് മുക്തനായിട്ട് അവൻ പെട്ടെന്ന് അമ്പ് എയ്യാൻ വെച്ച കൈ വലിച്ചിട്ട് എത്ര വലിയ പാതകമാണ് ഞാൻ ചെയ്യണമെന്ന് ആലോചിച്ചു അത്ര. അവൻ ആദ്യമായിട്ടാണ് ജീവിതത്തിൽ അങ്ങനെ ഒരു ചിന്ത വരണത്. അങ്ങനെ പരമാത്മജ്ഞാനം ഉദിച്ചവനായി എന്നാണ്. കേവലമായിട്ടുള്ള ജ്ഞാനമില്ലാത്ത മൃഗങ്ങൾക്ക് പോലും അവരവരുടെ ശരീരത്തിനെ മറ്റൊരാളുടെ നന്മയ്ക്ക് വേണ്ടിയിട്ട് ത്യജിക്കാനായിട്ട് തയ്യാറായത് ആ ശിവലിംഗത്തിൻ്റെയും ആ ശിവരാത്രി നാളിൻ്റെയും മഹത്വമാണ്. തൻ്റെ ശരീരം നന്നാക്കാൻ വേണ്ടിയിട്ടല്ലാണ്ട് ഞാൻ മറ്റൊരാൾക്ക് ഗുണമായിട്ട് ഒന്നും എൻ്റെ ജീവിതത്തിൽ ഇന്നേ വരെ ചെയ്തിട്ടില്ലല്ലോ എന്ന് ആലോചിച്ചിട്ട് ആ വേടൻ ഒരുപാട് ദുഃഖിച്ചു. മാത്രമല്ല ആ കുറ്റബോധം കാരണം അവൻ ആ മാൻകൂട്ടത്തിനെ തിരിച്ചറിഞ്ഞു എന്നാണ് പറഞ്ഞു. അപ്പോൾ ശിവരാത്രി ദിവസം താൻ അറിയാതെയാണെങ്കിലും ശിവപൂജ നടത്തിയതിൻ്റെ ഫലമായിട്ട് ഭഗവാൻ പ്രത്യക്ഷപ്പെട്ടു എന്നാണ്. അവൻ്റെ മുന്നിൽ ഭഗവാൻ തൻ്റെ രൂപം അവന് കാട്ടിക്കൊടുത്തിട്ട് താൻ അവൻ്റെ പൂജയിൽ പ്രസന്നനായി എന്ത് വരം വേണമെങ്കിലും തരാം എന്ന് പറഞ്ഞു. അപ്പോൾ അവൻ വളരെ സന്തോഷത്തോടു കൂടിയിട്ട് ഭഗവാനെ സാഷ്ടാംഗം നമസ്കരിച്ചു. എനിക്ക് ഭക്തി ഉണ്ടായാൽ മാത്രം മതി എന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു, നിനക്ക് ഭക്തി മാത്രമല്ല, നിനക്ക് ഞാൻ വിശേഷമായിട്ടൊരു പേര് തരും, നിന്നെ കാട്ടിലെ ഒരു വലിയ പ്രദേശത്തിൻ്റെ തന്നെ രാജാവാക്കി മാറ്റും, നാളെ ഒരു കാലത്ത് മഹാവിഷ്ണു നിൻ്റെ സുഹൃത്തായിട്ട് മാറും എന്ന് പറഞ്ഞിട്ട് അനുഗ്രഹിച്ചിട്ട് അവന് ഗുഹൻ എന്ന പേര് കൊടുത്തു. അവനെ ശൃംഗിവേരപുരത്തിലെ രാജാവാക്കിയിട്ട് നിഷധ രാജാവാക്കിയിട്ട് വാഴിച്ചിട്ട് അനുഗ്രഹിച്ചു. കുറച്ച് വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ മഹാവിഷ്ണു ശ്രീരാമസ്വാമിയായിട്ട് അവതരിക്കുമ്പോൾ അവൻ്റെ വീട്ടിൽ വരുന്നെന്നും ആ ജീവിതാവസാനം വരെ അവൻ ശ്രീരാമൻ്റെ ദാസനായിരിക്കുന്നു, ശ്രീരാമനെ ഗംഗ കടത്തിവിടാൻ തോണിയായിട്ട് അവൻ പോണ്ടി വരുന്നും ഒക്കെ ഭഗവാൻ പറഞ്ഞതിന് ശേഷം ഭഗവാൻ തിരോധാനം ചെയ്തു എന്നാണ്. ആ മാനുകളും ഭഗവാന്റെ ആ ദർശനം, ആ മാനുകൾ ഭഗവാനെ കണ്ടു. അതിൻ്റെ ഫലമായിട്ട് അവർ മൃഗജന്മത്തിൽ നിന്ന് മുക്തരായി ദിവ്യമായിട്ടുള്ള വിമാനത്തിൽ കയറി അവരൊക്കെ ആ ആത്മാക്കളൊക്കെ ശിവലോകം പ്രാപിച്ചു. അന്നു മുതൽക്ക് ഈ അർബുദം എന്ന് പേരോട് കൂടിയിട്ടുള്ള പർവ്വത ശിഖരത്തിൽ ഈ കഥ നടന്ന സ്ഥലത്ത് മഹാദേവൻ വ്യാധേശ്വരൻ എന്ന പേരിൽ പ്രസിദ്ധി ആർജിച്ച് കുടികൊള്ളുന്നു. ഈ വ്യാധേശ്വര ലിംഗത്തിനെ ദർശിക്കുന്നത് വളരെ
ശിവരാത്രി ദിവസം പ്രത്യേകിച്ചും വളരെ വിശേഷമാണെന്നും പറഞ്ഞിട്ടാണ് ആ കഥ അവസാനിക്കുന്നത്. ഗുഹനെക്കുറിച്ചും 2 വരി പറയുന്നുണ്ട്. ഗുഹൻ കുറേ കാലം അവിടെ രാജാവായിട്ട് വാണു. ശ്രീരാമസ്വാമിയുടെ കാരുണ്യം കൊണ്ട് മോക്ഷം കിട്ടി. അറിവില്ലാതെ തന്നെ ശിവരാത്രി ദിവസം ശിവപൂജ നടത്തിയ വേടന് അത്രയും ക്ഷണത്തിൽ മോക്ഷം കിട്ടിയെന്നുണ്ടെങ്കിൽ ശ്രദ്ധാഭക്തികളോട് കൂടിയിട്ട് നമ്മൾ ചെയ്താൽ നമുക്ക് എന്തൊക്കെ തന്നെ കിട്ടില്ല എന്ന് പറഞ്ഞിട്ടാണ് അത് അവസാനിക്കുന്നത് ആ അധ്യായം.